നമസ്കാരം. പത്തനംതിട്ട പ്രൊബേഷൻ ഓഫീസും LGRFും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പ്രോഗ്രാം കോമ്പയർ ചെയ്യാനായി അബ്ജ ശ്രീ രാജാബാസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓവർ ടു യു അബ്ജ. നമസ്കാരം. ജില്ലാ സാമൂഹ്യനീതി വകുപ്പും പ്രൊബേഷൻ ഓഫീസ് പത്തനംതിട്ടയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും ലോ ആൻഡ് ജസ്റ്റിസ് ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഫോർ പ്രൊബേഷൻ സർവീസ് സപ്പോർട്ട് ടീമിന്റെ 12ാമത്തെ സെഷനാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഇന്ന് ഈ സെഷനിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായി കാസർഗോഡ് അസിസ്റ്റന്റ് പ്രൊബേഷൻ ഓഫീസറായ ശ്രീ സലാവുദ്ദീൻ BA ക്ഷണിക്കുന്നു. സലാവുദ്ദീൻ സർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഹലോ, കേൾക്കാമോ? യെസ് സർ. കേൾക്കാമോ? യെസ് സാർ, കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, മറ്റു ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രോതാക്കളെ, സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ പ്രൊബേഷൻ ഓഫീസ് പത്തനംതിട്ടയുടെയും DLSA പത്തനംതിട്ട, അതുപോലെ LGRF ഫൗണ്ടേഷന്റെ സഹകരണത്തോടു കൂടി നടത്തിവരുന്ന കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ 12ാമത്തെ സെഷനിലാണ് നാം ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. കഴിഞ്ഞ 11 പരിപാടികളിലും വ്യത്യസ്ത ടോപ്പിക്കുകളിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രമുഖർ നമ്മളെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ പരിപാടിയിൽ എൻ്റെ കർത്തവ്യം എന്നത് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ്. ആദ്യമായി ഈ പരിപാടിയിൽ ഇന്ത്യൻ പീനൽ കോഡ് ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി, റോങ്ഫുൾ റെസ്റ്റെയിൻ ആൻഡ് റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന വിഷയത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന തിരുവനന്തപുരം ഈവനിംഗ് കോളേജ് കോഴ്സ് കോർഡിനേറ്റർ പ്രൊഫസർ മോഹൻകുമാർ KC സാറിനെ DPO പത്തനംതിട്ടയുടെ പേരിലും DLSA അതുപോലെ LGRFന്റെ പേരിലുള്ള ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ ഇവിടെ സന്നിഹിതനായിട്ടുള്ള തിരുവനന്തപുരം ലോ കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ, അതുപോലെ LGRFന്റെ മെന്ററുമായ ബഹുമാനപ്പെട്ട സഫി മോഹൻ സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള സാമൂഹ്യനീതി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീ സുഭാഷ് കുമാർ KV സാറിനെ ഈ പരിപാടിയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ പത്തനംതിട്ട ജില്ലാ പ്രൊബേഷൻ ഓഫീസർ ശ്രീ അബീൻ AO സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ കോമ്പയറിംഗ് ചെയ്യുന്ന ശ്രീമതി അബ്ജ ശ്രീ രാജാബാസ്, അതുപോലെ ഈ പരിപാടിക്ക് നന്ദി പ്രകാശനം നടത്തുന്ന അഡ്വക്കേറ്റ് അദ്നാൻ ഇസ്മായിൽ, ഈ പരിപാടിയുടെ ടെക്നിക്കൽ കോർഡിനേഷൻ കൈകാര്യം ചെയ്യുന്ന ശ്രീമതി ജനി തങ്കം ജോയ്, അതുപോലെ ഈ പരിപാടിയുടെ സൂപ്പർവിഷൻ നടത്തുന്ന ശ്രീമതി റാനിയാൽ നിയാദ എന്നിവരെ പ്രൊബേഷൻ ഓഫീസ് പത്തനംതിട്ടയുടെ പേരിലും DLSA പത്തനംതിട്ടയുടെ പേരിലും LGRF ഫൗണ്ടേഷന്റെ പേരിലും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള, ഈ പരിപാടിയിൽ ഇവിടെ സന്നിഹിതരായിട്ടുള്ള LGRFന്റെ ഭാരവാഹികൾ, അതുപോലെ
പ്രൊബേഷൻ ഓഫീസർ, മറ്റു പ്രൊബേഷൻ ഓഫീസർമാർ, പ്രൊബേഷൻ അസിസ്റ്റന്റുമാർ, നിയമ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് DPO പത്തനംതിട്ടയുടെ പേരിലും DLSA പത്തനംതിട്ട അതുപോലെ LJRF ഫൗണ്ടേഷന്റെ പേരിലും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. ഇന്നത്തെ സെഷന് ഇന്ത്യൻ പീനൽ കോഡ് ഒഫൻസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി, റോങ്ഫുൾ റെസ്ട്രെയിൻ ആൻഡ് റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിക്കുന്നത് പ്രൊഫസർ മോഹൻകുമാർ KC ആണ്. അദ്ദേഹത്തെ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. മോഹൻകുമാർ സർ കേൾക്കുന്നുണ്ടോ? Can you hear me now? Yes, sir. Yes. Okay. This is a very fine evening, and I am really happy in participating in such an event conducted by the LJRF, DPO and DLSA Pathanamthitta. Really, this is a wonderful event. Because I think it is high time to start such ventures relating to Probation of Offenders Act. Even though the Act came into force in 1958, in a sense, it is still in a dormant stage, I hope. And now, the new venture, I hope, may definitely yield good result. And I pray to God for a successful overcome of this event. Of all the bearers of this venture, a happy evening. Let me start with. So, മലയാളത്തിൽ പറയുമ്പോൾ അതായിരിക്കും I think it will be more useful for you. And I don't know what are the types of participants in this event. Even advocates are there, police officers are there, and probation officers are there, and even other persons may also be present in this occasion. I don't know exactly who are actually the participants of this event. എങ്കിലും നമുക്ക് അത് നിങ്ങൾക്ക് within a short time നമുക്ക് എത്ര കണ്ട് അത് നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം. I am only dealing with certain provisions of Indian Penal Code only. Because all of you know that it's a vast topic, and it's very difficult to even to give a glimpse about it for within 1.5 hours. I don't think it is sufficient. Even then, പലർക്കും ഇതിന്റെ പല പ്രൊവിഷൻസും അറിയാവുന്നതും കേട്ടിട്ടുള്ളതും ഇന്ത്യൻ പീനൽ കോഡിന്റെ പ്രൊവിഷൻസ് സ്വമേധയാ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് ഇന്ത്യൻ പീനൽ കോഡിന്റെ പ്രധാനപ്പെട്ട ആസ്പെക്ട് ഇവിടെ എനിക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒഫൻസസ് റിലേറ്റിംഗ് ടു ഹ്യൂമൻ ബോഡി ആണ്. അപ്പോ ഈ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ നേരിട്ട് കയറുന്നതിന് മുമ്പ് ഈ ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ ഒഫൻസസ് റിലേറ്റിംഗ് ടു ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ഒഫൻസസിലേക്ക് കയറുകയാണ്. ഇന്ത്യൻ പീനൽ കോഡിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്പെസിഫിക് ഒഫൻസിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ചില അവയർനെസ് നിങ്ങൾക്ക് വേണം. ഇത്
ഇപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ പറയാനുള്ള സമയം കിട്ടുന്നില്ല എങ്കിൽ പോലും സഫിമോൻ സാറെല്ലാം എൻ്റെ കൂടെ പറഞ്ഞു അത് ഒരു ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് വേണം ഇത് തുടങ്ങാൻ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ പ്രധാനപ്പെട്ട ചില ആസ്പെക്റ്റുകൾ മാത്രം ഇന്ത്യൻ പീനൽ കോഡിനെ പറ്റി ആദ്യം പറയുന്നു. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട്, ഈ ആക്ട് നിലവിൽ വരണമെങ്കിൽ, നിലവിൽ വരണമെന്ന് ഞാൻ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമായി അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് സെൻസിൽ ആ ആക്ട് നടപ്പാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ഗ്രാസ് റൂട്ട് തലത്തിലുള്ള ബോധവൽക്കരണം ആവശ്യമാണ്. ആ ബോധവൽക്കരണം എന്ന് പറയുന്നത് ഈ എല്ലാ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരിലും ഒരുപോലെ ആ ഒരു അവബോധം ഉണ്ടായാൽ മാത്രമേ ഗവൺമെന്റ് തലത്തിൽ തന്നെയും ഇതിന്റെ ഇംപ്ലിമെന്റേഷനും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് സുഗമമായി കൊണ്ടുപോകാൻ ഒക്കും എന്നുള്ള അഭിപ്രായക്കാരനാണ്. Hello, sir. Mohan, sir. Hello. I think we lost him. കേൾക്കാമല്ലോ? സർ കേൾക്കാം, ഇപ്പം കേൾക്കാം സർ. അതിനിടയ്ക്ക് ഒരു ഫോൺ കോൾ വന്ന് കയറി അതങ്ങ് കട്ടായി പോയതാണ്. കുഴപ്പമില്ല സർ. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ്, ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്, ഇന്ത്യൻ പീനൽ കോഡിന്റെ പ്രൊവിഷൻസിനെ പറ്റി. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഞാൻ പിന്നെ ഒരു സരോജിനി നായിഡുവിന്റെ ഒരു കൊട്ടേഷനിൽ ഞാൻ തുടങ്ങുന്നു ക്ലാസ്. അത് ഇതാണ്: ലൈറ്റ് ലൈറ്റ് ലൈറ്റ്, യുവർ കോൾ ലൈറ്റ് 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 reminds me of a great German poet who once must light upon this world. But it is not the external light you shall have to, but the internal one. നമ്മൾ എപ്പോഴും ലൈറ്റ് വേണം. ഈ സാഹചര്യം എന്ന് പറഞ്ഞാൽ സരോജിനി നായിഡു ഒരു പ്രസംഗം തുടങ്ങാൻ നേരത്ത് പെട്ടെന്ന് കറണ്ട് കട്ടായി. കറണ്ട് കട്ട് ഓഫ് ആയപ്പോഴത്തേക്ക് ആൾക്കാരെ വിളിച്ചു കൂവി, ലൈറ്റ് വേണം എന്ന് വിളിച്ചു കൂവി. പെട്ടെന്ന് ലൈറ്റ് വന്നു. സരോജിനി നായിഡു അവരുടെ പ്രസംഗം ഈ രീതിയിലാണ് തുടങ്ങിയത്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത്, യുവർ കോൾ, യുവർ ഡിമാൻഡ്, ലൈറ്റ് 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 റിമൈൻസ് മീ ഓഫ് എ ഗ്രേറ്റ് ജർമ്മൻ പോയറ്റ് ഹു വാണ്ട്സ് മസ്റ്റ് ലൈറ്റ് അപ്പോൺ ദിസ് വേൾഡ്. ഒരുപാട് പ്രകാശം ഈ ലോകത്തിന് വേണം. പക്ഷേ നിങ്ങൾക്ക് വേണ്ടുന്നത് ഇറ്റ് ഈസ് നോട്ട് ദി എക്സ്റ്റേണൽ ലൈറ്റ് ഓർ ദ സൺലൈറ്റ് ആണ് എക്സ്റ്റേണൽ ലൈറ്റ്, യു ഷാൽ ഹാവ് ടു, ബട്ട് ദ ഇന്റേണൽ ലൈറ്റ് ആണ് വേണ്ടത്. പുറംകണ്ണ് തുറപ്പിപ്പൂ പുലർവേളയിൽ അംശുമാൻ, അകക്കണ്ണ് തുറപ്പിപ്പാൻ ആശാൻ ബാല്യത്തിലെത്തണം എന്ന് പറഞ്ഞതുപോലെ ആശാൻ ബാല്യത്തിൽ എത്തിയാലേ നമ്മുടെ അകക്കണ്ണ് തുറക്കൂ. അകക്കണ്ണ് തുറന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ എവിടെയാണ് അന്ധകാരം നിൽക്കുന്നു മനസ്സിലാക്കാനും കാണാനും അത് ഇല്ലാതാക്കാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു ക്രിമിനൽ, നമ്മൾ ബേസിക്കായിട്ട് നിങ്ങളിപ്പോൾ 27-ാം തീയതി തുടങ്ങിയ ക്ലാസ്സാണ്, ഒരുപാട് ക്ലാസ്സുകൾ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷെ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ക്രിമിനലിനെ അല്ല കുറ്റം കാണുന്ന ക്രൈമിനെയാണെന്നാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ക്രിമിനലിനാണ് കുറ്റം. എല്ലാവരും പറയുന്ന ക്രിമിനൽ അല്ല, ക്രൈമാണ് കുറ്റം. അപ്പൊ ക്രൈം എന്ന് പറയുന്ന കുറ്റം തന്നെയാണ്, അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. ക്രിമിനലിനെയാണ് അവൻ ആ കുറ്റവാസന ഉണ്ടാകുന്ന ആ ക്രിമിനലിനെയാണ് രക്ഷപ്പെടുത്തുന്നത്. So it is an urge for making the criminal change and not the crime change.
ക്രൈം അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഓരോ ക്രൈമിനും യാതൊരു വ്യത്യാസമില്ല. ഓൾ ദീസ് ക്രൈംസ് ആർ ഡിസ്ക്രൈബ്ഡ് അണ്ടർ ഇന്ത്യൻ പീനൽ കോഡ്. ഇതെല്ലാം ഇന്ത്യൻ പീനൽ കോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ വേണ്ടുന്ന ആ ക്രിമിനലിനെ എങ്ങനെ റിഫോം ചെയ്തെടുക്കാം, എങ്ങനെ റീഹാബിലിറ്റേറ്റ് ചെയ്യാം. അതുകൊണ്ട് വാട്ട് ആർ ദി കണക്ടിങ് പ്രൊവിഷൻസ് അണ്ടർ പ്രൊബേഷൻ ഓഫൻഡേഴ്സ് ആക്ട് 1958. So how this act can be utilized as a weapon for making them more progressive. അതാണ് നമ്മളിവിടെ ചിന്തിക്കേണ്ടുന്ന കാര്യം. അല്ലാതെ പിന്നെ ക്രൈം എന്ന് പറയുന്ന മനുഷ്യനുണ്ടായ ഫ്രം ടൈം ഇമ്മമോറിയൽ മനുഷ്യനുണ്ടായ സമയം മുതൽ ക്രൈം ഉണ്ടായി തുടങ്ങി. നമ്മുടെ ഓരോ ഐതിഹ്യങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ക്രൈം ഒക്കെ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാകുന്ന സമയത്ത് ക്രൈം ഉണ്ടായി തുടങ്ങിയതാണ്. നമ്മൾ ഈ പഠിക്കുന്ന ഹർട്ടും മർഡറും അതും ഇതും എല്ലാ ഒഫൻസുകളും നമുക്ക് മനുഷ്യൻ ഉണ്ടായപ്പോൾ മുതലേ അതും ഉണ്ടായി തുടങ്ങി. അപ്പൊ ക്രൈം ഈസ് ദെയർ. പക്ഷെ ക്രിമിനൽ വരുന്നു. ആ ക്രിമിനലിനെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടുത്താം? സോ ദാറ്റ് ഈസ് ദി നീഡ് ഓഫ് ദി അവർ, എൻ്റെ അഭിപ്രായത്തിൽ. പോട്ടെ, ഞാൻ ആമുഖമായിട്ട് ഇത്രയും പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോ ഇതിലേക്ക് കിടക്കാം. നമ്മൾ ഈ ഒരുപാട് പേര് പഠിച്ചിട്ടുള്ളതാണെങ്കിലും ഒരു ചെറിയ റിഫ്രഷിംഗ് ആണിത്. ലോ പഠിച്ചിട്ടുള്ളവർക്കും എല്ലാവർക്കും ഒരു റിഫ്രഷിംഗ് ആണ്. IPCയുടെ പ്രൊവിഷൻസ് മാത്രമാണ് ഞാൻ പറയുന്നത്. അത് മൊത്തം പ്രൊവിഷൻസ് ഒന്നുമല്ല, വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ടൈം നമുക്ക് തികയാതെ വരും. അതുകൊണ്ട് അപ്പോ ഇതില് ആദ്യമായിട്ട് ക്രൈം എന്ന് പറയുന്ന ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ അതിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളുണ്ട്. പ്രധാനമായിട്ട് 4 പറയുന്നത് എങ്കിൽ പോലും ഒരു അക്കാഡമിക് പെർസ്യൂട്ട് കൂടെ ഞാൻ സംസാരിക്കുകയാണ്. അതിനകത്ത് ഒരു ക്രൈം, അതായത് ആക്ടസ് നോൺ ഫാസിഡ് റിയം നിസി മെൻസിഡ് റിയ എന്ന് പറഞ്ഞ ഒരു മാക്സിമിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ക്രൈം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. An act alone does not constitute a guilt unless done with a guilty intent എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഗിൽറ്റി ഇന്റൻഷൻ ഇല്ലാതെ ഒരു ഗിൽറ്റും ഉണ്ടാകുന്നില്ല. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇന്റൻഷനാണ്. അപ്പൊ ആ ഗിൽറ്റി ഇന്റൻഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ, നമ്മളിപ്പോ ഒരാളെ കൊത്തുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു എന്ന് പറയുന്ന സമയത്ത്, കുത്തി കൊല്ലുന്ന സമയത്ത് ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് അതിനുള്ള ഒരു ഗിൽറ്റി മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കുറ്റക്കാരനാകുന്നുള്ളൂ. അപ്പൊ അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ കുറ്റകൃത്യം അല്ല. അതിന് ആക്ടസ് റിയസ് എന്ന് പറയും. ആക്ടസ് റിയസ് ആൻഡ് മെൻസ് റിയ, ഇത് രണ്ടും കൂടി ഒരേ ഒഫൻസിൽ ഉണ്ടാകുമ്പോഴാണ് അത് ക്രൈമായി മാറുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം ചെയ്യുന്നത്. അതിനകത്ത് ആക്ടസ് റിയസ് എന്ന് പറഞ്ഞാൽ അഥവാ ഫിസിക്കൽ ആക്റ്റും മെന്റൽ ആക്റ്റും ഒന്നിച്ചു വരണം. പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇഞ്ചുറി, അതിനെ തുടർന്ന് ഒരു ഇഞ്ചുറി ഉണ്ടാകണം. ഇഞ്ചുറി എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് കാണുന്ന ബോഡിലി ഇഞ്ചുറി മാത്രമല്ല, എനി സോർട്ട് ഓഫ് ഇഞ്ചുറി സസ്റ്റൈൻഡ് ബൈ ദി അതർ പേഴ്സൺ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അതൊരു ക്രൈമായി മാറുന്നത്. ഇവിടെ അതിനെപ്പറ്റി ഞാൻ അധികം അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഈ ഇന്ത്യൻ പീനൽ കോഡിൽ ജനറൽ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. അഡ്വക്കേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ജനറൽ എക്സെപ്ഷൻസ്. ഈ ജനറൽ എക്സെപ്ഷൻസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ക്രൈം ചെയ്യുമ്പോൾ ആദ്യം ഒരു അഡ്വക്കേറ്റിനെ സമീപിക്കുമ്പം അഡ്വക്കേറ്റ് ചിന്തിക്കുന്ന കാര്യം, എൻ്റെ കക്ഷിയെ അഥവാ എന്നെ സമീപിച്ചിരിക്കുന്ന ഈ വ്യക്തിയെ എനിക്ക് എങ്ങനെ ഇയാളെ കേസിൽ നിന്ന് ഊരിയെടുക്കാം, എനിക്ക് എങ്ങനെ ഇയാളെ രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ ഓടി വരുന്ന കാര്യമാണ് ഈ ജനറൽ എക്സെപ്ഷൻസ്. ഈ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഡിഫൻസസ് ആണ്. ഒരു ഡിഫൻസ് അഡ്വക്കേറ്റ് ഒരു പ്രതിക്കെതിരായിട്ടിരുന്ന ഡിഫൻസുകളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഈ ജനറൽ സെക്ഷൻ 76 to 106 ഓഫ് ഇന്ത്യൻ പീനൽ കോഡ് ആക്ച്വലി ഡീൽ വിത്ത് ദീസ് ജനറൽ എക്സെപ്ഷൻസ്. സെക്ഷൻ 76 to 106 ഇതില് അല്ല, ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് മാത്രമേ നിങ്ങൾക്ക് പറയുന്നുള്ളൂ. അതില് ഇത് ഏത് സെക്ഷൻ ഇട്ടാലും, ഇപ്പൊ നമുക്ക് ഇപ്പൊ ഒരു പ്രതി വരുന്നു, പ്രതി യഥാർത്ഥത്തിൽ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നത് ഒരു വട്ട് കേസാണ്, അങ്ങനെയുള്ള ഒരു കക്ഷിയാണ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾ യഥാർത്ഥത്തിൽ വട്ടനാകണമെന്നില്ല. ഈവൻ ദെൻ
ദി അഡ്വക്കേറ്റ് മേ തിങ്ക് അയാളെ കൊള്ളാം, ഇവന് സെക്ഷൻ 84 എന്ന് പറഞ്ഞാൽ ഇൻസാനിറ്റി എന്ന് പറയുന്ന സെക്ഷനാണ്. ഇൻസാനിറ്റി അതായത് എ പേഴ്സൺ ഈസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ഉള്ളവനാണ്, ഇവന് സെക്ഷൻ 84 ഇട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ഹിം എന്ന് വക്കീലാണ് നിശ്ചയിക്കുന്ന അയാൾക്ക് സെക്ഷൻ. അപ്പൊ ഇവിടെ എല്ലാം ഒരു പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ്സ് ഏത് സെക്ഷനാണ് അവിടെ ഉപയോഗിക്കുന്നത്, അപ്പോൾ അല്ലെങ്കിൽ ഏത് ഡിഫൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ 76 മുതൽ 106 വരെ വരുന്ന ഡിഫൻസുകൾ, ഇതിൽ ഏത് ഡിഫൻസും വേണമെങ്കിൽ ഒരു വക്കീലിനിടാം. അത് ഏതാണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി മെത്തേഡ് ആൻഡ് നേച്ചർ ഓഫ് ദി ഒഫൻസ് കമ്മിറ്റഡ് ബൈ ദി അക്യൂസ്ഡ്. അതിന്റെ ഏത് രീതിയിലുള്ള ക്രൈമാണ് ചെയ്തത് എന്ന് ആശ്രയിച്ചിട്ട് അതിന് സ്യൂട്ടബിൾ ആണെന്ന് അഡ്വക്കേറ്റിനും കൂടെ തോന്നുന്ന പക്ഷം ആ രീതിയിലുള്ള ഒരു, ഇപ്പൊ പ്രൈവറ്റ് ഡിഫൻസ് ഇടണം എന്ന് അഡ്വക്കേറ്റിന് തോന്നുകയാണെങ്കിൽ ആ പ്രൈവറ്റ് ഡിഫൻസ് ഇട്ടാം. ഞാനിപ്പോ വിചാരിക്കുകയാണെങ്കിൽ പ്രൈവറ്റ് ഡിഫൻസ് ഇട്ടാൽ എന്റെ കേസ് എനിക്ക് വിൻ ചെയ്യാൻ കഴിയും എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പ്രൈവറ്റ് ഡിഫൻസ് ഇടും. ഓക്കെ, അപ്പോ ഈ സെക്ഷൻ 76 to 106 പറയുന്ന ഒന്ന് മിസ്റ്റേക്ക് എന്ന് പറയുന്ന മിസ്റ്റേക്ക്. ദെൻ ജുഡീഷ്യൽ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിൽ, മിസ്റ്റേക്ക് ഓഫ് ഫാക്ട് ആൻഡ് മിസ്റ്റേക്ക് ഓഫ് ലോ എന്ന് പറയുന്നുണ്ട്. ഒരു ഫാക്ച്വൽ എറർ, ഒരു ഫാക്ച്വൽ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു വസ്തുതാപരമായ മിസ്റ്റേക്ക് ആണ് സംഭവിക്കുന്നതെങ്കിൽ അത് നമുക്ക് ഡിഫൻസ് ഉണ്ട്. അതേ സമയത്ത് എന്താണ് മിസ്റ്റേക്ക് ഓഫ് ലോ നിയമപരമായിട്ട് എനിക്ക് നിയമം അറിഞ്ഞുകൂടാ. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോ എക്സ്ക്യൂസ്. എനിക്ക് നിയമം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. കാരണം ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് മെൻ ഫോർ ലോയേഴ്സ്, ഇറ്റ് നോട്ട് മെൻ ഫോർ ലോ സ്റ്റുഡൻസ് ആൻഡ് അതേഴ്സ് ആൻഡ് ദോസ് പേഴ്സൺസ് ഹു ബിലോങ് ടു ലീഗൽ ഫ്രട്ടേണിറ്റി. ഒന്നുമല്ല, ലോ ഈസ് മെൻ ഫോർ ദ കോമൺ ഹ്യൂമൻ ബീയിങ്. സാധാരണ മനുഷ്യനുള്ളതാണ് നിയമം എന്ന് പറയുന്നത്. അപ്പം വെദർ ഹി ഈസ് എഡ്യൂക്കേറ്റഡ്, ലിറ്ററേറ്റഡ് ഓർ ഇല്ലിറ്ററേറ്റ്, that doesn't matter. Any person, any human being is expected to know the law of the land. അവൻ അറിഞ്ഞിരിക്കണം, നിയമം അറിഞ്ഞിരിക്കണം. ബിക്കോസ് വി ആർ ബീയിങ് റൂൾഡ് ബൈ ലോ. നമ്മളെ ഭരിക്കുന്നത് നിയമമാണ്. ഗവൺമെന്റിനേക്കാൾ ഉപരി നമ്മളെ ഭരിക്കുന്നത് ഒരു നിയമമാണ്. നമ്മളൊരു നിയമ സംഹിതയിലാണ് ജീവിക്കുന്നത്. സോ വി ആർ സപ്പോസ് ടു ഒബേ ദ റൂൾസ്. അപ്പൊ അതുകൊണ്ട് അവിടെ മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു ഫാക്ച്വൽ മിസ്റ്റേക്ക് ആണെങ്കിൽ അതിന് ഒരു എക്സ്ക്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്ക്യൂസ് ഇല്ല. രണ്ടാമത് ജുഡീഷ്യൽ ആക്ട്സ്. ജുഡീഷ്യൽ ആക്ട്സ് എന്ന് പറഞ്ഞാൽ ജഡ്ജസിന് മാത്രം, ജഡ്ജസിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കുറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ, അവർക്കെതിരായിട്ടൊരു കേസ് വന്നു കഴിഞ്ഞാൽ അവർക്കിടാവുന്ന ഡിഫൻസ് ആണ്. അത് സെക്ഷൻ 77 78 പറയുന്നത്. പിന്നെ ആക്സിഡന്റ്, ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയാൽ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് എന്റെ ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ ഓടിച്ച് പറയുന്നത്. ആക്സിഡന്റ്, നെസസിറ്റി or compulsion, necessity by compulsion. നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിന്റെ നിർബന്ധം അനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. അങ്ങനെ അത് ചെയ്തേ പറ്റൂ. there is no other way out but to do it. അത് ചെയ്യുക അല്ലാതെ വേറെ മാർഗമില്ല എന്ന് കാണുമ്പോൾ നെസസിറ്റിയാണ്. ആ നെസസിറ്റി വരുമ്പോൾ നമ്മൾ ചെയ്യുന്നു. അവിടെ നമുക്ക് മെൻസ്ട്രിയ ഇല്ലാത്തതിന്റെ പേരിൽ തന്നെ ആക്ടസ് റിയസ് മാത്രമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് അതൊരു ഒഫൻസ് ആകുന്നില്ല. അതൊരു ഡിഫൻസാണ്. സെക്ഷൻ 81 ആണ് അത് പറയുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻഫാൻസി ആണ്. ഇൻഫാൻസി എന്ന് പറയുന്നത് ക്രൈം കമ്മിറ്റഡ് ബൈ ചിൽഡ്രൻ, അതാണ് ഇൻഫാൻസി. ഇൻഫന്റുകൾ ചെയ്യുന്ന കുറ്റം. അതിന് ഇൻഫന്റിനെ രണ്ട് രീതിയിലാണ് തിരിച്ചിരിക്കുന്നത് ലോയില്. ഒന്ന് ചൈൽഡ് ബിലോ ദി ഏജ് ഓഫ് 7 years ആൻഡ് ദി അതർ വൺ ഈസ് ചൈൽഡ് ബിറ്റ്വീൻ ദി ഏജ് ഓഫ് 7 and 12. 7 വയസ്സിന് താഴ്ന്ന കുട്ടികളും 7നും 12നും ഇടയ്ക്കുള്ള കുട്ടികൾ. അപ്പൊ 7 വയസ്സിന് താഴ്ന്നുള്ള ഒരു കുട്ടി, ഇനി ഏത് കുട്ടിയായാലും ശരി തന്നെ, എന്ത് ക്രൈം ചെയ്തു കഴിഞ്ഞാലും ശരി തന്നെ, ഹി വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ക്രിമിനൽ ലയബിലിറ്റി. അവനെ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുകയാണ്. കാരണം എ ചൈൽഡ് ബിലോ ദി ഏജ് ഓഫ് 7 ഈസ് നോൺ ആസ് ഡോളി ഇൻകപ്പാക്സ്. ഡോളി ഇൻകപ്പാക്സ് എന്നാണ് ലാറ്റിൻ വേർഡാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഡോളി ഇൻകപ്പാക്സ് because it is it is difficult for him to create menstruation. 7 വയസ്സിന് താഴ്ന്ന ഒരു കുട്ടിക്ക് മെൻസ്ട്രിയ ഉണ്ടാകാൻ, കുറ്റവാസന ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. ഇതൊക്കെ പണ്ടുണ്ടാക്കിയ നിയമങ്ങളാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇന്നത്തെ കുട്ടിയല്ല, പഴയ കുട്ടിയല്ല ഇന്നത്തെ കുട്ടി. ഇന്നത്തെ കുട്ടികൾക്ക് 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്താണ് ക്രൈം, എന്താണ് ഓരോ ക്രൈമും അല്ലെങ്കിൽ ഇതെല്ലാം അവനെ തിരിച്ചറിയാം. പക്ഷെ ഇപ്പോഴും നിയമം ഇത് തന്നെ.
7 വയസ്സിന് മുമ്പ് ഉള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ ഏത് ക്രൈം ചെയ്തു കഴിഞ്ഞാലും ഹി വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ക്രിമിനൽ ലയബിലിറ്റി. ഓക്കെ, അടുത്തത് അങ്ങനെ ഇൻഫാന്റ്. പിന്നെ 7-നും 12-നും ഇടയ്ക്കുള്ള കുട്ടിയാണെങ്കിലോ, 7-നും 12-നും ഇടയ്ക്കുള്ള കുട്ടിയാണെങ്കിൽ the judge or the judicial officer has to look into whether the child knows the nature and consequences of his conduct. അവൻ ചെയ്യുന്ന പ്രവൃത്തി അവൻ അറിയാമോ, അതിന്റെ കോൺസിക്വൻസ് അവൻ അറിയാമോ, ഇത് കോടതി നോക്കണം. അവന് അത് അറിയാം. ഇപ്പൊ ഒരു പിച്ചാത്തി എടുത്ത് വെച്ചിട്ട് ഞാൻ എന്റെ അടുത്തോട്ട് വന്നാൽ ഞാൻ കുത്തിക്കൊല്ലും എന്ന് ഒരു 8 വയസ്സുകാരൻ പറഞ്ഞു. 8 വയസ്സുകാരൻ പറഞ്ഞു എന്റെ അടുത്തോട്ട് വന്നാൽ ഞാൻ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞു. അവ ഒരാള് ഒരു പ്രായമായ ആളാണ്, അയാൾ അടുത്തോട്ട് കൊച്ചു പിള്ളേരില്ലയോ പറയുന്നതെന്ന് പറഞ്ഞു അടുത്തോട്ട് ചെന്ന് ഇവൻ കുത്തി ആള് തീർന്നു പോയി. അപ്പം അത് പിന്നെ ഒരു കുട്ടിയാണ് ചെയ്തത്. പിന്നെ അവൻ യഥാർത്ഥത്തിൽ അവന് മർഡറിന് ലയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറഞ്ഞ വാക്ക് എന്താണെന്നുള്ളതാണ്. എന്റെ അടുത്തോട്ട് വരരുത്, വന്നാൽ ഞാൻ കുത്തിക്കൊല്ലും. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന പിച്ചാത്തിയാണെന്നും ഇത് വെച്ച് കുത്താമെന്നും കുത്തിയാൽ ഒരിടത്ത് മരണപ്പെടാമെന്നുമുള്ള കാര്യങ്ങൾ അവനറിയാം. സോ ഹി ഈസ് ഏബിൾ ഇനഫ് ടു ജഡ്ജ് ദ നേച്ചർ ആൻഡ് കോൺസിക്വൻസസ് ഓഫ് ഹിസ് കോണ്ടക്ട്. അവന്റെ കോണ്ടക്റ്റിന്റെ നേച്ചറും കോൺസിക്വൻസും അവന് തിരിച്ചറിയാം. അതുകൊണ്ട് അവൻ ലയബിൾ ആകും. അതാണ് 7-നും 12-നും ഇടയ്ക്കുള്ളത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻസാനിറ്റിയാണ്. സെക്ഷൻ 84 പറയുന്ന ഇൻസാനിറ്റിയാണ്. ഇൻസാനിറ്റി പല രീതിയിൽ പറയുന്നുണ്ട്, പല രീതിയിലുള്ള ഇൻസാനിറ്റി ഉണ്ട്. അതൊക്കെ ഞാൻ ഇവിടെ പറയുന്നില്ല. ഒന്ന് ഇഡിയറ്റ്. ഒരു ഇഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫന്റ് ആണ്. അതുപോലെ തന്നെ ഓൺ ഹു മേഡ് നോൺ കമ്പോസ്റ്റ് മെന്റിസ്, മനസ്സിലല്ലേ? അവന് പിന്നെ ഫിസിക്കലായിട്ട് മറ്റുള്ള ഏതെങ്കിലും രീതിയിൽ അവന് മെന്റൽ ആയിട്ട് അവൻ ഡീറേഞ്ച്ഡ് ആകുക, മനസ്സിലല്ലേ? പിന്നെ ഇൻസാനിറ്റി ബൈ ഡ്രങ്കൺനെസ്, മദ്യപിച്ചതിന് ശേഷം ഇൻസൈൻ ആകുക. അങ്ങനെയുള്ള പല ടൈപ്പ് ഇൻസാനിറ്റിയെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, മനസ്സിലല്ലേ? അപ്പോ ഇവിടെ ഇന്ത്യൻ ലോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ലോ ഡീൽസ് വിത്ത് ലീഗൽ ഇൻസാനിറ്റി ആൻഡ് നോട്ട് മെഡിക്കൽ ഇൻസാനിറ്റി. 2 ഇൻസാനിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ലീഗൽ ഇൻസാനിറ്റിയും ഒന്ന് മെഡിക്കൽ ഇൻസാനിറ്റിയുമാണ്. നമുക്കിവിടെ ലീഗൽ ഇൻസാനിറ്റിയാണ് നോക്കുന്നത്. മെഡിക്കൽ ഇൻസാനിറ്റി ഒരുത്തൻ സുഖമില്ലാതെ കിടന്നതിന്റെ പേരിൽ അവന് ടൈഫോയിഡ് വന്നു, അവന് ഹൈ ഫീവർ ആയി, അവന് അവന്റെ മെന്റൽ ബാലൻസ് നഷ്ടപ്പെട്ടു, ഹി ബിക്കംസ് ഇൻസെയിൻ ബിക്കോസ് ഓഫ് ദി ഹൈ ഫീവർ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹി വിൽ നോട്ട് ഗെറ്റ് എക്സംഷൻ. മറിച്ച് ലീഗൽ ഇൻസാനിറ്റി മാത്രമേ നമ്മുടെ കോടതികൾ നോക്കുന്നുള്ളൂ. ലീഗൽ ഇൻസാനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെദർ അറ്റ് ദ ടൈം ഓഫ് ദി കമ്മീഷൻ ഓഫ് ദി ഓഫൻസ് the accused is able enough to know the nature and consequences of his conduct. ഈ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് താൻ ചെയ്യുന്നത് ശരിയാണെന്നും whether what he is doing is either right or wrong, താൻ ചെയ്യുന്ന right or contrary to law, താൻ ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ലെന്നും നിയമവിരുദ്ധമാണെന്നും അവൻ അറിഞ്ഞുകൊണ്ടാണ് അവൻ ഒരു ക്രൈം ചെയ്യുന്നതെങ്കിൽ അതാണ് ലീഗൽ ഇൻസാനിറ്റി. പിന്നെ അത് മാത്രമാണ് നോക്കുന്നത്. അത് അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ അവന് ഈ ഇൻസാനിറ്റിയുടെ എക്സംഷൻ കിട്ടും. അവന് അറിഞ്ഞുകൂടാ. ഒരു കേസിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തൻ അവന്റെ സ്വന്തം അമ്മയുടെ കഴുത്ത് വെട്ടി മാറ്റിയിട്ട് അവൻ എല്ലാവരും അവിടെ ഇരുന്ന് കരഞ്ഞു, അവനും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇവനായി മർഡർ ചെയ്തെന്നോ അല്ലെങ്കിൽ അവൻ അമ്മയുടെ കഴുത്ത് വെട്ടിമാറ്റുന്നോ ഇതൊന്നും അവൻ അറിഞ്ഞുകൂടാ. അപ്പൊ കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ അവൻ ഇതൊന്നും തിരിച്ചറിയത്തില്ല. അപ്പൊ അവൻ അത് ലീഗലി ഇൻസൈൻ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻസാനിറ്റിക്ക് മാത്രമാണ് ആ ഡിഫൻസ് കിട്ടുന്നത്. അത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. അതൊക്കെ ഞാൻ അതിനകത്ത് വെറൈറ്റീസും എക്സംഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ ഡ്യൂ ടു ലാക്ക് ഓഫ് ടൈം ഐ ആം നോട്ട് കമ്മിങ് ടു ദാറ്റ് ഏരിയ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കൺസെന്റ് ആണ്. ഡ്രങ്കൺനെസ് തന്നെ 2 രീതിയിലാണ് ഇവിടെ പറയുന്നത്. ഒന്ന് വോളണ്ടറി ഡ്രങ്കൺനെസ്, ഒന്ന് ഇൻവോളണ്ടറി ഡ്രങ്കൺനെസ്. അറിഞ്ഞുകൊണ്ട് മദ്യപിച്ചിട്ട് ഒരു കുറ്റകൃത്യം ചെയ്യുക. അറിഞ്ഞുകൊണ്ട് മദ്യപിക്കുകയാണ് വോളണ്ടറി. സ്വന്തമായിട്ട് നിങ്ങളിപ്പോൾ മദ്യപിച്ചിട്ട് മദ്യത്തിന്റെ ആഘാതത്തിൽ നിങ്ങൾ ഒരു കുറ്റം ചെയ്യുകയാണ്, അതായത് വോളണ്ടറി ഡ്രങ്കൺനെസ്സിനകത്ത് വരും. വോളണ്ടറി ഇൻടോക്സിക്കേഷൻ. മറ്റത് ഇൻവോളണ്ടറി ഇൻടോക്സിക്കേഷനാണ്. അതെന്ന് പറഞ്ഞാൽ മറ്റൊരാൾ നിങ്ങളിൽ ഒരു ഡ്രഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്.
അപ്പൊ അങ്ങനെ നിങ്ങൾ ഇൻവോളണ്ടറി ആയിട്ടാണ് നിങ്ങൾ ഇൻടോക്സിക്കേറ്റഡ് ആകുന്നെങ്കിൽ യു വിൽ ഗെറ്റ് ദ ഡിഫൻസ്, യു വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ക്രിമിനൽ ലയബിലിറ്റി. വോളണ്ടറി എക്സംഷൻ ഇല്ല. വോളണ്ടറി ആയിട്ട് കൊടുക്കാത്തതിന്റെ കാര്യം, വോളണ്ടറി ആയിട്ട് കൊടുത്തിരുന്നെങ്കിൽ എല്ലാവരും ഈ 2 പെഗും അടിച്ചിട്ട് പോയിരുന്ന് കുറ്റകൃത്യങ്ങൾ ചെയ്തേനെ. അതുകൊണ്ട് വോളണ്ടറി ഇത് കിട്ടില്ല, ഇൻവോളണ്ടറിക്കാണ് കിട്ടുന്ന അടുത്ത സെക്ഷൻ. ഇനി നമ്മൾ പറയുന്നത് കൺസെന്റ് എന്ന് പറയുന്നത് സെക്ഷൻ 87 to 91 പറയുന്ന കൺസെന്റ് ആണ്. കൺസെന്റിന് പല പല തലങ്ങളുണ്ട്. അപ്പം അതിന് പ്രധാനമായിട്ട് കൺസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രൈം ചെയ്യാനായിട്ട് കൊല്ലപ്പെടുന്ന ഒരു വ്യക്തി പറയുകയാണ് എന്നെ ഒന്ന് കൊന്നുതാ എന്ന് പറയുന്നു. പക്ഷെ മർഡറിന് അത് എക്സംഷൻ ആണ്, മർഡറിന് കൊടുത്തിട്ടില്ല. വേറെ ഏത് ക്രൈം ചെയ്യുന്നതും ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ കൺസെന്റോട് കൂടിയാണ് മറ്റേ ആൾ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ഇത് കിട്ടും. അത് ഓൾ ആൻഡ് കീ നോൺ ഫിറ്റ് ഇഞ്ചൂറിയ എന്ന് പറഞ്ഞ ഒരു നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഓൾ ആൻഡ് കീ നോൺ ഫിറ്റ് ഇഞ്ചൂറിയ. നോ ആക്ട് ഈസ് ആക്ഷനബിൾ ഇഫ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈറ്റ്ലി കൺസെന്റഡ്. നമ്മൾ കൺസെന്റ് കൊടുത്തിട്ട് എനിക്കെതിരായിട്ട് ഒരാളെ ക്രൈം ചെയ്യുകയാണെങ്കിൽ പിന്നെ എനിക്കെതിരായിട്ട് ക്രൈം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറ്റപ്പെടുത്താൻ പറ്റില്ല. വോളണ്ടറിലി ഐ ആം കൺസെന്റിങ്, ഞാൻ അറിഞ്ഞുകൊണ്ട് കൺസെന്റ് കൊടുക്കുകയാണ്, ഇന്നതുപോലെ എനിക്കെതിരായിട്ട് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിയുമ്പം പിന്നെ പോയി കേസ് കൊടുക്കുക, അത് നടക്കില്ല. അതാണ് കൺസെന്റിന്റെ പല ഭാഗങ്ങളിൽ ഒന്ന്. പിന്നെ കൺസെന്റ് ഡോക്ടേഴ്സ് എല്ലാം ഇപ്പൊ നടത്തുന്ന പല പല ഇതിലും പിന്നെ യഥാർത്ഥത്തിൽ ചെയ്യുന്ന വെച്ചാൽ കൺസെന്റ് വാങ്ങിച്ചുകൊണ്ടാണ് സർജറി നടത്തുന്നു. കൺസെന്റ് വാങ്ങിച്ചുകൊണ്ടാണ് ആ സർജറി നടത്തുന്നത്, മനസ്സിലായി? അവിടെ സെക്ഷൻ 88 പറയുന്നുണ്ട്, ആക്ട് നോട്ട് ഇന്റൻഡഡ് ടു കോസ് ഡെത്ത് ഡൺ ബൈ കൺസെന്റ് ഇൻ ഗുഡ് ഫെയ്ത്ത് ഫോർ പേഴ്സൺസ് ബെനിഫിറ്റ്. ഒരു വ്യക്തിയുടെ ബെനിഫിറ്റിന് വേണ്ടി ഗുഡ് ഫെയ്ത്തില്, ഇപ്പോൾ ഡോക്ടർ തന്നെ ഒരു സർജറി നടത്തുന്നു, ഗുഡ് ഫെയ്ത്തിലാണ്, പക്ഷെ അയാൾക്ക് കൺസെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കൺസെന്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഗുഡ് ഫെയ്ത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൺസെന്റിന് തുല്യമാണ്. സോ ദി ഡോക്ടർ, സപ്പോസ് സംതിങ് ബാഡ് ഹാപ്പൻസ്, ദ ഡോക്ടർ വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ക്രിമിനൽ ലയബിലിറ്റി. ഡോക്ടറിനെ അതിൽ നിന്ന് ഒഴിവാക്കാം. അതാണ് ആ ഒരു പ്രൊവിഷൻ പറയുന്നത്, മനസ്സിലല്ലേ? അപ്പൊ കൺസെന്റ് എന്ന് പറഞ്ഞ വലിയൊരു ഡിഫൻസ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് സെക്ഷൻ 93 എന്താണ്, കമ്മ്യൂണിക്കേഷൻ മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്ത്, ഒരു കമ്മ്യൂണിക്കേഷൻ കാരണം ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാലും ശരി തന്നെ, ഞാൻ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഒരു ഒഫൻസ് ആണ് മർഡർ. ആ മർഡറിലേക്കാണ്, അതുകൊണ്ടാണ് കൊല്ലപ്പെടുന്ന കാര്യം പറഞ്ഞത്. കൊല്ലപ്പെടുകയല്ല, എന്ത് കാര്യങ്ങളായാലും ശരി തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നതിന്റെ പേരിൽ ഒരാൾ പെട്ടെന്ന് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാൾക്ക് ആ ക്രിമിനൽ ലയബിലിറ്റിന്ന് അയാൾ ഒഴിവാകുകയല്ല, അയാൾ ക്രിമിനലി ലയബിൾ ആകും. പക്ഷേ ഗുഡ് ഫെയ്ത്തിലാണ് കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നത്. ഇപ്പൊ ഡോക്ടർ തന്നെ പറയുകയാണ്, പേഷ്യന്റിലേക്ക് പറയാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്, നിങ്ങൾക്ക് ബൈസ്റ്റാൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പൊ നിങ്ങളുടെ സിറ്റുവേഷൻ വളരെ മോശമാണ്, നിങ്ങൾ 2-3 ദിവസത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല. യഥാർത്ഥത്തിൽ ഒരു ഡോക്ടർ എങ്ങനെ പറഞ്ഞാൽ 2-3 ദിവസത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കില്ല എന്നൊരു ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പോഴേ ആള് തീരും. പല കേസിനകത്തും അപ്പോഴേ ആള് തീരും, 3 ദിവസം പോകത്തില്ല. പക്ഷേ അവിടെ ഡോക്ടർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് മേക്കിംഗ് ദ കമ്മ്യൂണിക്കേഷൻ വിത്ത് എ ഗുഡ് ഫെയ്ത്ത് ആണ്. കാരണം അയാൾക്ക് ആരെങ്കിലും അറിയിക്കണമെങ്കിൽ അറിയിക്കട്ടെ, അയാളുടെ പ്രോപ്പർട്ടീസോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തു വെക്കണമെങ്കിൽ വെക്കട്ടെ. ഇതെല്ലാം ഉദ്ദേശിച്ച് ഗുഡ് ഫെയ്ത്തിലായിരിക്കും ഡോക്ടർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗുഡ് ഫെയ്ത്തിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നതിന്റെ പേരിൽ ഒരു ക്രൈം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദ ഡോക്ടർ വിൽ ബി വി ക്യാൻ ഹാവ് ദിസ് ഡിഫൻസ്. ഈ ഡിഫൻസ് എടുക്കാം. ഹി വിൽ ബി എക്സംപ്റ്റഡ് ഫ്രം ക്രിമിനൽ ലയബിലിറ്റി. ഓക്കെ, ഇനി അങ്ങനെ വരുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതിലേക്ക് വരികയാണ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. അതാണ് നമുക്ക് ഇവിടുത്തുള്ള ഏറ്റവും വലിയ ഒരു ഡിഫൻസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. ഏത് കാര്യത്തിലും ഇത് ജനറൽ എക്സെപ്ഷൻസ് എന്ന് ഈ ടോപ്പിക്കിനെ അറിയപ്പെടുന്നതിന്റെ കാര്യം തന്നെ, ഈ എക്സെപ്ഷൻസ് സെക്ഷൻ 76 to 106 പറഞ്ഞ എക്സെപ്ഷൻസ് ഇറ്റ് ഈസ് ഈക്വലി ആപ്ലിക്കബിൾ ടു ഓൾ ഒഫൻസസ്. ഏത് ഒഫൻസിന് വേണമെങ്കിൽ ഡിഫൻസ് ഇടാം, ഏത് ഒഫൻസസിന് വേണമെങ്കിൽ ഡിഫൻസ് ഇടാം. ജനറൽ ആയിട്ട് ഉള്ള എക്സെപ്ഷൻസ് ആണ്, അല്ലാതെ ഒരു പ്രത്യേക ഒഫൻസിന് വേണ്ടി മാത്രമുള്ളതല്ലത്. ഇത് ജനറൽ എക്സെപ്ഷൻസ് ആണ്. അതുകൊണ്ട് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. ഈ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ എളുപ്പമാണ്, പക്ഷേ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് വെദർ ആൻ ആക്ട് ഈസ് ആൻ ആക്ട് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓർ നോട്ട്.
മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അപ്പം അതിനകത്ത് പറയുന്നത് ദ റൈറ്റ് ഓൺ എവരി ഇൻഡിവിജ്വൽ ടു ഡിഫെൻഡ് ഹിസ് ലൈഫ്. സ്വന്തം ലൈഫ് ഡിഫെൻഡ് ചെയ്യാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ലൈഫ്, ലിബർട്ടി ആൻഡ് പ്രോപ്പർട്ടി. വെൻ ഹി ഈസ് suddenly faced with an attack or confronted with an imminent danger or unlawful aggression, പെട്ടെന്നൊരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമുക്ക് സ്റ്റേറ്റ് മെഷീനറിയുടെ ഹെൽപ്പ് നേടാനൊക്കാത്ത സാഹചര്യമാണ്. ഫോർ എക്സാമ്പിൾ, പോലീസ്. നിങ്ങൾക്കെതിരായിട്ട് ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് പോലീസിനെ സമീപിക്കുകയോ അല്ലെങ്കിൽ അനന്തര നടപടികൾ എടുക്കാൻ ഇരിക്കവേ അത് ചെയ്യാതെ നിങ്ങൾ തിരിച്ചു പോയി അവനെ കുത്തുന്നു, നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവനെ കുത്തിക്കൊല്ലുന്നു. അപ്പൊ നിങ്ങൾ ചെയ്തത് പ്രൈവറ്റ് ഡിഫൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, നിങ്ങൾ അത് ചെയ്തില്ല. അപ്പൊ ഈ വേറെ ഓപ്ഷൻ ഒന്നും നോക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ നമുക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യാൻ പറ്റൂ. അപ്പൊ അങ്ങനെയുള്ള റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിൽ ആരാണ് ഇതിനകത്ത് അക്യൂസ്ഡ് പേഴ്സൺ എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. ഇപ്പൊ കൊല്ലപ്പെട്ടയാള്, അയാളെയാണ് നമ്മൾ ഡിസീസ്ഡ് എന്ന് പറയുന്നത്. ഡിസീസ്ഡ് ആൻഡ് അക്യൂസ്ഡ്. അക്യൂസ്ഡ് കുറ്റവാളി, കുറ്റക്കാരൻ. അക്യൂസ്ഡിനെതിരായിട്ട് പ്രോസിക്യൂഷൻ കേസ് എടുക്കുകയാണ്. അയാള് മനഃപൂർവ്വം മറ്റേയാളെ കുത്തിക്കൊന്നു. മറ്റേയാൾക്കെതിരായിട്ട് ഡിഫൻസ് ഇടുകയാണ്, ഡിഫൻസ് അഡ്വക്കേറ്റ്. അത് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. അപ്പൊ ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ്? ആദ്യം കുത്താൻ വന്നതാര്, ആദ്യം ഡിഫൻസ് എക്സസൈസ് ചെയ്താര്? ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരുപാട് നൂലാമാലകളുള്ള കേസാണ്. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിനെ പറ്റി പറയുന്നത്. അപ്പൊ ഈ പ്രൈവറ്റ് ഡിഫൻസ് തന്നെ അതിനകത്ത് ഒരുപാട് പ്രൈവറ്റ് ഡിഫൻസിന്റെ പേരിൽ ഒരാളെ കൊല്ലാൻ വരെയുള്ള റൈറ്റ് നമുക്കുണ്ട്. ഒരാളെ കൊല്ലാൻ വരെയുള്ള റൈറ്റ് നമുക്കുണ്ട്. അത് എപ്പോഴാണ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അനുസരിച്ച് ഒരാളെ കൊല്ലാൻ വരെയുള്ള അവകാശം കിട്ടുന്നത്? അതുപോലെ തന്നെ റൈറ്റ് എഗൻസ്റ്റ് ആർക്കെതിരായിട്ടാണ്? സെക്ഷൻ 100 ആണ് പറയുന്നത്. സെക്ഷൻ 100 അനുസരിച്ച് നമുക്ക് ഒരാളെ കൊല്ലാൻ വരെയുള്ള അവകാശമുണ്ട്. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്കോ മറ്റ് ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു റേപ്പ് അറ്റംപ്റ്റ് നടക്കുന്നു, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിലാണ് ഇത് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആളിനെ കൊല്ലുക വരെ ചെയ്യാം. ബോഡി എക്സ്റ്റെൻസ് അണ്ടർ ദി, അതായത് ഒന്ന്, സച്ച് ആൻ അസോൾട്ട് ആസ് മേ റീസണബിളി കോസ് ദി അപ്രിഹെൻഷൻ ദാറ്റ് ഡെത്ത് വിൽ അതർവൈസ് ബി ദ കോൺസിക്വൻസ് ഓഫ് സച്ച് അസോൾട്ട്. നമ്മളെ ഒരാൾ അസോൾട്ട് ഏൽപ്പിക്കാൻ വരികയാണ്. അപ്പം നമ്മൾ തിരിച്ച് അയാളെ കൊന്നില്ല എങ്കിൽ അയാൾ എന്നെ കൊല്ലും എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാൽ നമുക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യും. അയാളെ കൊല്ലുകയും ചെയ്യാം, അയാളെ കൊല്ലുക വരെ ചെയ്യാം. മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ്. രണ്ടാമത്തത്, an assault as may reasonably cause the apprehension that grievous hurt will otherwise be the consequences of such assault. ഇനി ഞാൻ അയാളെ കൊന്നില്ല എങ്കിൽ അയാൾ ഗ്രീവിയസ് ഹർട്ട് ഇൻഫ്ലിക്റ്റ് ചെയ്യും എന്നിൽ, എനിക്ക് ഗ്രീവിയസ് ഹർട്ട് എന്നെ ഇൻഫ്ലിക്റ്റ് ചെയ്യും എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാലും എനിക്ക് അയാളെ കൊല്ലാം. മൂന്നാമത്, an assault with the intention of committing rape. റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനിടയ്ക്ക് അതിനു വേണ്ടിയിട്ടൊരു അസോൾട്ട് നടത്തുന്ന സമയത്ത് പ്രോസിക്യൂട്ടറിക്സ് അഥവാ റേപ്പ് വിക്ടിമിന് റേപ്പിസ്റ്റിനെ കൊല്ലുക വരെ ചെയ്യാം. an assault with the intention of committing rape. നാലാമത്തെ, an assault with the intention of gratifying unnatural lust. unnatural lust, അമിതമായ കാമവികാരം തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ കൊല്ലുക വരെ ചെയ്യാം. unnatural lust. അടുത്തത്, an assault with the intention of kidnapping or abducting. കിഡ്നാപ്പിങ്ങിനോ അബ്ഡക്റ്റിങ്ങിനോ തുടങ്ങുന്ന സമയത്ത് അതിനുവേണ്ടി ഒരു അസോൾട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവരെ കൊല്ലുക വരെ ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ട ചില ഏരിയകളാണ്. അപ്പോൾ ഇതാണ്, ഇങ്ങനെ പല രീതിയിലാണ് നമ്മൾ പ്രൈവറ്റ് ഡിഫൻസിന് ഇവിടെ ഹ്യൂമൻ ബോഡിക്ക് മാത്രമല്ല, പ്രൈവറ്റ് ഡിഫൻസ് ഈസ് അവൈലബിൾ അഗൻസ്റ്റ് പ്രോപ്പർട്ടി ആൾസോ. ഹ്യൂമൻ ബോഡിക്കും പ്രോപ്പർട്ടിക്കും പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്. നമ്മൾക്ക് ശരീരത്തിന് മുറിവേൽക്കുക മാത്രമല്ല, നമ്മളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടിക്ക് ക്ഷതമേൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാലും വി ക്യാൻ എക്സസൈസ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്.
So these are the important general exceptions provided under Indian Penal Code, which can be used as defenses by advocates. Okay. അപ്പം അവിടെ കൊണ്ട് ഞാൻ അതങ്ങ് പെട്ടെന്ന് അങ്ങ് തീർക്കുകയാണ്. ഇനി നമ്മൾ നമ്മുടെ ഏരിയയിലേക്ക് വരികയാണ്. അതായത് ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡിയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അനുസരിച്ച് ഇതിനകത്ത് പ്രധാനമായിട്ട് നിങ്ങൾ സെക്ഷൻ 4ഉം 3ഉം എല്ലാം നിങ്ങൾ കണ്ട് ചർവണം ചെയ്തിരിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. ആക്ച്വലി പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ടിനും ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സെക്ഷൻസ്, അതായത് ഡെത്ത് പെനാലിറ്റിയോ ലൈഫ് ഇംപ്രിസൺമെന്റോ ഉള്ള കൊടുക്കാവുന്ന എല്ലാ ഒഫൻസും യഥാർത്ഥത്തിൽ പ്രൊബേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ബാക്കിയുള്ള ഒഫൻസിനൊക്കെ പ്രൊബേഷൻ ആകാം. അപ്പൊ പ്രൊബേഷൻ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് സെക്ഷൻ 4 അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ദി കോർട്ട് ക്യാൻ ഓൾസോ എക്സസൈസ് ഡിസ്ക്രിഷണറി പവർ ഐദർ ടു ഗ്രാന്റ് പ്രൊബേഷൻ ഓർ നോട്ട് after a perusal of the report submitted by the officer. അപ്പോൾ അത് വേണമോ വേണ്ടോ എന്നുള്ള കാര്യം ഒരു ഡിസ്ക്രിഷണറി പവറാണ്. ആക്ച്വലി ദിസ് ഡിസ്ക്രിഷൻ ക്യാൻ ബി ഈ ഡിസ്ക്രിഷണറി പവർ നമ്മൾ കോടതിക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് that discretion is to be applied most aptly. ആപ്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രിഷനാണ്. ഇപ്പൊ ഉദാഹരണമായിട്ട് മർഡറിന് നമ്മൾ ഇതാണ് കൊടുക്കുന്നത്, 2 പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. 2 പണിഷ്മെന്റ് ആണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. എന്താണ്? ഒന്ന് ഡെത്ത് പെനാൽറ്റിയും മറ്റൊന്ന് ലൈഫ് ഇംപ്രിസൺമെന്റ്. അപ്പൊ ഇത് ഈ ഡെത്ത് പെനാൽറ്റി കൊടുക്കണമോ ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുക്കണമോ എന്നുള്ള കാര്യം ഒരു പരിധി വരെ ഇറ്റ് ഈസ് എ ഡിസ്കഷൻ. അതിനകത്ത് റെയർ കേസിന് ഡെത്ത് പെനാൽറ്റി കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ റെയറസ്റ്റ് ഓഫ് ദി റെയർ ഏത്? ലോയിൽ വന്നേക്കുന്ന ഒരു പ്രശ്നം, ലോയിൽ വന്നിരിക്കുന്ന മാത്രമല്ല, ഇത് നമ്മുടെ ഈ ഓരോ ആക്ടുകളെയും ബാധിച്ചിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം ഉണ്ട്. നിയമം പഠിക്കുന്നവരും കൈകാര്യം ചെയ്യുന്നവരും എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, unless and until a particular word is properly defined, it is very difficult to interpret it. കോടതികൾ വരെ കൺഫ്യൂസ്ഡ് ആകുന്ന ഒരു കാര്യമാണ്. ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആ ഡെഫിനിഷൻ അനുസരിച്ച് ആ നിർവചനം അനുസരിച്ച് അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പ്രോപ്പർ ഡെഫിനിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഇന്റർപ്രറ്റ് ദാറ്റ് വേർഡ്. സോ ദ കോർട്ട് ഹാസ് ടു റിലൈ ഓൺ എവിഡൻസസ് ആൻഡ് ആൾ അതർ മെത്തേഡ്സ്. And afterwards the court comes to a discussion, or the court exercises a discussion if 2 punishments are prescribed for the same offense. ഒരേ ഒഫൻസിന് 2 പണിഷ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് കൊടുക്കണം? അപ്പോൾ അങ്ങനെ വരുമ്പം മർഡറിന് 2 പണിഷ്മെന്റ് കൊടുക്കാം, ഡെത്ത് പെനാൽറ്റിയും കൊടുക്കാം, ലൈഫ് ഇംപ്രിസൺമെന്റും കൊടുക്കാം. അപ്പൊ ഇവിടെ ഇത് ഏത് കൊടുക്കണം? അപ്പോൾ അതിലേക്ക് ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഈ പണിഷ്മെന്റിനെ പറ്റി മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒഫൻസ് കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രൊബേഷനിൽ വിടാവുന്ന കേസുകൾ ഈ ലൈഫ് 4 പറയുന്നതനുസരിച്ച്, അതായത് ഡെത്ത് പെനാൽറ്റിയോ ലൈഫ് ഇംപ്രിസൺമെന്റോ വരെയൊക്കെയുള്ള ഇതിന് ഒരു കാരണവശാലും പ്രൊബേഷൻ അനുവദിക്കുന്നതല്ല. അതിനിപ്പുറമുള്ളതിന് ഒരു പരിധി വരെ കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിക്കാം. 2 വർഷവും അതിന് താഴെയോ പണിഷ്മെന്റ് ഉള്ള, 3 വർഷവും അതിന് താഴെയോ പണിഷ്മെന്റ് ഉള്ള ഒഫൻസിനെല്ലാം പ്രൊബേഷൻ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ എല്ലാം നമ്മൾ പറയുന്നില്ലയോ, പല പ്രൊവിഷൻസും ഇറ്റ് ഈസ് യെറ്റ് ടു ബി ക്ലാരിഫൈഡ്. കാരണം അതുകൊണ്ടാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ പേരിലാണ് നമ്മളിപ്പോ ഈ ഡിസ്കഷൻ നടത്തുന്നതും LJRF എല്ലാം ചേർന്ന് ഇങ്ങനെ ഒരു കമ്പൈൻഡ് വെഞ്ചർ നടത്തുന്നതും എങ്ങനെ നമുക്ക് ഇതിന്റെ പിറ്റ്ഫാൾസ് ഓവർകം ചെയ്യാൻ പറ്റും, ഇതെല്ലാം വീണ്ടും എങ്ങനെ പിന്നെ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഞാൻ പറയാമല്ലോ, ഒരു അക്യൂസ്ഡിന് കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളാണ്. ഒരു അക്യൂസ്ഡിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ക്രൈം അല്ല, ക്രൈം ഈസ് ദെയർ, ക്രിമിനൽ ഈസ് ടു ബി ചേഞ്ച്ഡ്. ആൻഡ് ഹൗ ദ ക്രിമിനൽ ക്യാൻ ബി ചേഞ്ച്ഡ്? ദ ക്രിമിനൽ ഹാസ് ടു ബി റീഹാബിലിറ്റേറ്റഡ്, ഈസ് ടു ബി റിഫോംഡ്. അദ്ദേഹത്തിനെ റിഫോം ചെയ്യണം, അല്ല റീഹാബിലിറ്റ് ചെയ്യണം. ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിനകത്ത് നമ്മളെല്ലാം ആരാണ്? എന്തിനാണ് സ്റ്റേറ്റ് ഇതിനു വേണ്ടി ഇത്രയും സ്ട്രെയിൻ എടുക്കുന്നത്? സോ വി ആർ ഓൾ ദി പ്രോഡക്ട്സ് ഓഫ് ദ സ്റ്റേറ്റ്. നമ്മൾ സ്റ്റേറ്റിന്റെ പ്രോഡക്ട്സ് ആണ്. And it is the responsibility of the state to look after the interest of the subjects. സ്റ്റേറ്റിന്റെ സബ്ജക്ട്സ് അല്ല, പ്രജകളെ നോക്കുന്ന സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണ്. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എളുപ്പമാണ്. ഒരുത്തന്നെ ഡെത്ത് പെനാൽറ്റി കൊടുത്ത് അവനെ തൂക്കിക്കൊന്നു കഴിയുമ്പോഴത്തേക്ക് എല്ലാം തീർന്നില്ലല്ലോ.
അതുകൊണ്ടാണ് പിന്നെ ബച്ചൻ സിംഗ് എന്ന് പറഞ്ഞ കേസിനകത്ത് ഡിസെൻഡിങ് ജഡ്ജി പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഒരു ഡിസെൻഡിങ് ജഡ്ജി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഡെത്ത് കൊടുത്തിട്ട് കാര്യമില്ല, ഡെത്ത് പെനാൽറ്റി അല്ല. അപ്പം ഡെത്ത് പെനാൽറ്റി കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആളിനെ അവിടെ തീർക്കുക. അയാൾക്ക് ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഒരുപാട് സ്റ്റഫോ അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളോ പ്രായോഗികമായിട്ട് സ്റ്റേറ്റിന് ഉപയോഗിക്കാവുന്ന ഒരുപാട് കഴിവുള്ള ഒരു മനുഷ്യനായിരിക്കും. അതെല്ലാം പോവുകയാണ്. So either he is to be reformed and rehabilitated. So he is to be brought back to the society. So don't put a stigma as criminal on him. അങ്ങനെ ഒരു സ്റ്റിഗ്മ അങ്ങനെ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നേക്കുമായി ക്രിമിനലായി മാറും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാനിതൊന്നും എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഔട്ട് ഓഫ് കേരളയാണ്. ഞാൻ ഇതൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യാനുള്ള സമയവും കിട്ടിയില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസമുള്ള സമയത്ത് കൂടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം സ്റ്റേറ്റിന് പുറത്താണ്. എങ്കിൽ പോലും ഞാൻ ഒന്നും കേട്ടില്ല. എങ്കിലും പല തിയറീസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു കാണും. തിയറീസ് ഓഫ് പണിഷ്മെന്റ്സ്, എങ്ങനെയാണ് ഒരു കുറ്റവാളിയെ ശിക്ഷിക്കേണ്ടുന്നത്, ഓരോ തിയറികളുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രിമിനോളജിസ്റ്റ് ഒക്കെ ഇതിനകത്തുണ്ടല്ലോ, അവരെല്ലാം പറഞ്ഞു കാണും എന്താണ് റെസിഡിവിസം എന്താണ്, റിപ്പീറ്റഡ് ക്രൈംസ് ചെയ്യാനുള്ള ഒരു പ്രവണത ആൾക്കാർക്കുണ്ട്. ഇതൊക്കെ എങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാം? അപ്പോ അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഈ റിഫോർമേറ്റീവ് തിയറി ഒക്കെ പറയുന്നതനുസരിച്ച് അവരെ റിഫോം ചെയ്തെടുക്കണം എന്നുള്ള ഇപ്പം ദിസ് ഈസ് ദി കോൾ ഓഫ് ദ ടൈം, ദിസ് ഈസ് ദ നീഡ് ഓഫ് ദ ടൈം. So while the judges are actually deciding a case, they are supposed to deliver the judgments after taking into consideration the norms of the day. കാലഘട്ടത്തിന്റെ പൾസ് എറിഞ്ഞിട്ടുള്ള ഡിസിഷൻസ് വേണം ഉണ്ടാകാൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ജുഡീഷ്യൽ ആക്ടിവിസം. അതാണ് ജുഡീഷ്യൽ ആക്ടിവിസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ആക്ടിവിസം ഉണ്ടാവണം. അപ്പം ജഡ്ജസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഈ റിഫോർമേറ്റീവ് തിയറി എന്തുകൊണ്ട് വരുന്നു, ഇതൊരു ഒരാളെ എങ്ങനെ റിഫോം ചെയ്തെടുക്കാം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അല്ല ഒരാളെ പണിഷ് ചെയ്ത് അവനെ തീർക്കുക എന്നുള്ളതല്ല. പണ്ട് മറ്റേ പല തിയറി, റിട്രിബ്യൂട്ടീവ് തിയറി ഉണ്ടായിരുന്നു, ഡിറ്ററന്റ് തിയറി, എക്സ്പിയേറ്ററി തിയറി. ഈ തിയറി എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ റിഫോർമേറ്റീവ് തിയറി മോസ്റ്റ് അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. അപ്പൊ എങ്ങനെ ഒരാളെ റിഫോം ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ലയോ? അപ്പം ഒരുത്തനെ ഇതേപോലെ നമ്മൾ എന്താണ് പ്രൊബേഷനിലേക്ക് വിടുന്നു. പ്രൊബേഷനിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അയാളെ എത്ര കണ്ട് റിഫോം ചെയ്യാൻ പറ്റും? അപ്പൊ ഒരു ഹാബിച്വൽ ക്രിമിനലിനെ, ടേക്ക് ദ കേസ് ഓഫ് എ ഹാബിച്വൽ ക്രിമിനൽ, ഒരു റെസിഡിവിസ്റ്റിനെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ദർ ഈസ് നോ സ്കോപ്പ് ഓഫ് അയാളെ നമുക്ക് റിഫോം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അയാള് ബൈ ഹാബിറ്റ് ഇറ്റ്സെൽഫ്. അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് രീതിയിലുള്ള ക്രിമിനൽസ് ആണുള്ളത്. ഒന്ന് ഹാബിച്വൽ ക്രിമിനൽസ്, ഒന്ന് കാഷ്വൽ ക്രിമിനൽസ്. ഹാബിച്വൽ ക്രിമിനൽസിനെ സംബന്ധിച്ചിടത്തോളം ഹാബിച്വൽ ക്രിമിനൽസ് cannot be reformed. ഇനി കാഷ്വൽ ക്രിമിനലിനെ സംബന്ധിച്ചിടത്തോളം കാഷ്വൽ ക്രിമിനൽ നീഡ് നോട്ട് ബി റിഫോംഡ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹാബിച്വൽ ക്രിമിനൽസിനെ റിഫോം ചെയ്യാൻ പറ്റില്ല. എന്നാൽ കാഷ്വൽ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ഒക്കേഷനലി അവസരം വന്ന് ക്രൈം ചെയ്യേണ്ടി വരുന്ന ഒരുത്തൻ, അവനെ യഥാർത്ഥത്തിൽ നമ്മൾ റിഫോം ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. കാരണം റിഫോം ചെയ്തതിന്റെ പേര് അവൻ ഇനി ചെയ്യാതിരിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. ടേക്ക് ദ കേസ് ഓഫ് എ ജുഡീഷ്യൽ ഓഫീസർ ഓർ എ ജഡ്ജ് ഹു ഹാപ്പൻ ടു ബി an accused person in a murder case. ഒരു മർഡർ കേസിനകത്ത് പ്രതിയാകേണ്ടി വരുന്ന ഒരു ജഡ്ജിന്റെ കാര്യം എടുത്തു നോക്കുക. ഒരു കേസ് ഉണ്ട്. ആ ജഡ്ജ് ആക്ച്വലി അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ somebody is trying to molest his wife, rape his wife. അവിടെ വൈഫിനെ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് വാട്ട് വിൽ ബി ദ റിയാക്ഷൻ ഓഫ് ദി ജഡ്ജ്? എ ജഡ്ജ് ഈസ് എ ഹ്യൂമൻ ബീങ്. അയാൾക്ക് സാധാരണ മനുഷ്യന്റെ പാഷൻസ് ആണുള്ളത്. ആളെ സഡൻ അയാൾ എന്താ ചെയ്യുന്ന വെച്ചാൽ അയാൾ കണ്ണി കണ്ട സാധനം എടുത്ത് അവന്റെ മണ്ടയ്ക്ക് അടിച്ചു, അവൻ മരിച്ചു കഴിഞ്ഞാൽ വിത്തിൻ നോ ടൈം ദ ജഡ്ജ് ബിക്കംസ് എ ക്രിമിനൽ. ജഡ്ജ് ഒരു ക്രിമിനലായി മാറുകയാണ്. ഈസ് ആൻ അക്യൂസ്ഡ് ഇൻ എ ക്രിമിനൽ കേസ്, എ മർഡർ കേസ്. ഒരു മർഡർ കേസിനകത്ത് അയാൾ അക്യൂസ്ഡ് ആയി വരികയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആ ജഡ്ജിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ റിഫോം ചെയ്യേണ്ടുന്ന കാര്യമുണ്ടോ? അദ്ദേഹത്തിനെ റിഫോം ചെയ്യേണ്ടുന്ന എന്താ ആവശ്യം? അദ്ദേഹം തിരിച്ചു വന്നിട്ട് വീണ്ടും സപ്പോസ് ഇറ്റ് സോ ഹാപ്പൻസ് ദാറ്റ് ഹി ഇതേപോലെ മറ്റേ അദ്ദേഹത്തിന്റെ മകളെയോ അല്ലെങ്കിൽ മകനെയോ ഒരുത്തൻ കൊല്ലാൻ ശ്രമിക്കുന്നു.
ആ സമയത്തും ഈ ജഡ്ജി വിചാരിക്കും ഒരു പ്രാവശ്യം ഞാൻ കുറ്റം ചെയ്തതാണ്, അതുകൊണ്ടാണ് സെക്ഷൻ 303 IPC അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറയാൻ കാരണം. മനസ്സിലായില്ലേ? അപ്പോ അവിടെ അങ്ങനെയൊക്കെയുള്ള സമയത്ത് വീണ്ടും അയാളെ റിഫോം ചെയ്യുന്ന കാര്യമില്ല, അയാളെ ക്യാഷ് ക്രിമിനലാണ്. പോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ നമുക്ക് അതെല്ലാം നിങ്ങൾക്ക് ഈ പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് അനുസരിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വളരെ റിലവൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന, നമ്മുടെ ചുറ്റുപാടും കാണുന്ന പല രീതിയിലുള്ള ജുഡീഷ്യൽ പ്രൊനൗൺസ്മെന്റ്സിനകത്തൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഈ ജുഡീഷ്യറി ചെയ്യുന്ന കാര്യങ്ങൾ പലതും നമ്മളിപ്പം ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ന്യായീകരിക്കുന്നതിന്റെ കാര്യം അതാണ്. അവരതാ ചെയ്യേണ്ടത്, അല്ലാതെ അത് പ്രൊബേഷൻ അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. പ്രൊബേഷനും ഉദ്ദേശിക്കുന്നത് എന്റെ എല്ലാ ഒബ്ജക്റ്റീവ്സ് സെയിം ആണ്. ഒരാളെ നമ്മൾ എങ്ങനെ ഒരു കുറ്റവിമുക്തനാക്കാൻ പറ്റും, കുറ്റവിമുക്തനാക്കി അയാളെ നല്ല മനുഷ്യനാക്കി എങ്ങനെ അയാളെ സൊസൈറ്റിയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ, എല്ലാവരും നോക്കുന്നത് തന്നെയാണ്. റിഫോർമേറ്റീവ് തിയറിയുടെ ഉദ്ദേശം അതാണ്. ജുഡീഷ്യൽ ആക്ടിവിസവും ഇന്ന് പലതും കാണുന്ന അങ്ങനെയാണ്. ജുഡീഷ്യൽ പ്രൊനൗൺസ്മെന്റ്സ് ജസ്റ്റിസ് കൃഷ്ണയ്യരുടെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല പല കേസിനകത്തും നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഡെത്ത് പെനാൽറ്റി ഒരിക്കലും കൊടുക്കരുതെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബാർബേറിയസ് ടൈപ്പ് ഓഫ് പണിഷ്മെന്റ്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് എന്താണ് ഇൻഹ്യൂമൻ പണിഷ്മെന്റ് ഇൻ ദ വേൾഡ്. അത് ഇറ്റ്സ് ആക്ച്വലി ചലഞ്ച് അഗൈൻസ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ്. ഇറ്റ്സ് എ ഗ്രേറ്റസ്റ്റ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ. അദ്ദേഹം ഗാന്ധിയെ കോട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് കൃഷ്ണയ്യർ പറഞ്ഞിട്ടുണ്ട്, ഗോഡ് ഹാസ് ഗിവൺ ലൈഫ് ടു മാൻ, സോ ഗോഡ് അലോൺ ക്യാൻ ടേക്ക് ബാക്ക് ഇറ്റ്. ഗോഡ് ഹാസ് ഗിവൺ ലൈഫ് ടു മാൻ. ദൈവമാണ് മനുഷ്യന് ജീവൻ കൊടുത്തത്. ആ ജീവൻ തിരിച്ചെടുക്കാൻ 3 or 4 ജഡ്ജിമാരുടെ ഒരു ബെഞ്ച് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഗോഡ് അലോൺ ക്യാൻ ടേക്ക് ബാക്ക് ഇറ്റ്. ദൈവത്തിന് മാത്രമേ അത് തിരിച്ചെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു എന്താണ് ഡിവിഷൻ ബെഞ്ചോ ഒരു ഫുൾ ബെഞ്ചോ ചേർന്ന് ഒരുത്തനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന എന്താണ്? ദേ ആർ ആക്ച്വലി പണിഷിംഗ് ഹിം ടേക്കിംഗ് ഇൻടു കൺസിഡറേഷൻ ദി അവൈലബിൾ എവിഡൻസസ് ബിഫോർ ദി കോർട്ട്. അപ്പൊ കോടതി മുമ്പ് വരുന്ന തെളിവുകൾ മാത്രമേ അവരുടെ മുമ്പിലുള്ളൂ. അത് വെച്ച് മാത്രമാണ് ഇവർ പറയുന്നത്. അപ്പൊ അല്ലാതെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. There are hundreds of cases. അതിനകത്ത് പലതിനകത്തും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിന്റെ തൊട്ട് ആപ്റ്റ് പണിഷ്മെന്റ് കിട്ടുന്നില്ല. ആപ്റ്റ് പണിഷ്മെന്റ് അല്ല, അതിൽ കൂടിയ പണിഷ്മെന്റ് കൊടുക്കുന്നു. നിരപരാധിയായ പ്രതികളെ എത്ര കേസിനകത്ത് ലൈഫ് ഇംപ്രിസൺമെന്റിന് ശിക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നിരപരാധികളാണ്. പക്ഷെ കാരണം നിരപരാധിയാണെന്നുള്ളത് തെളിവില്ല. അവിടെ ദിസ് ഈസ് ആക്ച്വലി ഇത് ഒരു ടഗ് ഓഫ് വാർ ബിറ്റ്വീൻ ദി പ്രോസിക്യൂഷൻ ആൻഡ് ദ ഡിഫൻസ് അഡ്വക്കേറ്റ്. പോട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. നിങ്ങളും കൂടെ അത് മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, എവിടെയാണ് കുഴപ്പം എന്ന് മനസ്സിലാക്കുക. എല്ലാവരും ചെയ്യുന്നുണ്ട്. ജുഡീഷ്യറിക്ക് വേണ്ടുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. പോലീസ് ഓഫീസേഴ്സിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പ്രൊബേഷൻ ഓഫീസേഴ്സ് ചെയ്യുന്നുണ്ട്. എല്ലാവരും, ഓൾ ഓഫ് ദം ആർ ട്രൈങ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഈ ലൈറ്റ് വേണ്ടുന്നതെന്ന് വെച്ചാൽ അകത്താണ് വേണ്ടുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടാവണം, പ്രകാശം ഉണ്ടാവണം. അപ്പം ഇപ്പൊ ഒരു പോലീസ് ഓഫീസർ തന്നെ, ടേക്ക് ദ കേസ് ഓഫ് എ പോലീസ് ഓഫീസർ ഹു അറസ്റ്റ് എ പേഴ്സൺ. അപ്പൊ നമ്മൾ ആ പോലീസ് നയങ്ങൾ ഒരുപാട് മാറണമെന്ന് സമയം കഴിഞ്ഞിരിക്കുന്നു. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അയാളെ എത്ര ഒരു നികൃഷ്ടമായ ഒരു രീതിയിലാണ് പല ഒരുപാട് എക്സെപ്ഷൻസ് ഉണ്ട്. എങ്കിലും ഞാൻ പറയുകയാണ്, ജനറലായിട്ട് ഞാൻ പറയുകയാണ്. അപ്പൊ അതെല്ലാം മാറിയിട്ട് അയാളും ഒരു ഹ്യൂമൻ ബീയിങ് ആണ്. അയാളൊരു ക്രൈം ചെയ്ത് കാണാം, ഒരു സാഹചര്യം അയാളെ കൊണ്ട് പ്രേരിപ്പിച്ചാൽ ചെയ്ത് കാണാം. നമ്മളായാലും ചെയ്യും. ഈ പറയുന്ന അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഈ വിധി എഴുതുന്ന ജുഡീഷ്യൽ ഓഫീസറോ ആർക്കും ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ചെയ്തു പോകും. ഇതൊക്കെ അത് മനഃപൂർവ്വമല്ല. അതാണ് മനുഷ്യൻ. ഈ സമ്മിശ്ര വികാരങ്ങളാണ് നമ്മളെ ഓരോന്നിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹ്യൂമൻ ബോഡിയിൽ പ്രധാനമായിട്ട് ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡിയിൽ പറയുന്ന കാര്യങ്ങൾ അതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഒഫൻസസ് അഫക്റ്റിംഗ് ജീവനെ ബാധിക്കുന്ന ഒഫൻസുകൾ. ഒന്ന്, ഒഫൻസസ് റിലേറ്റിംഗ് ടു ബർത്ത് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒഫൻസസ്. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഹർട്ട് ആൻഡ് ഗ്രീവിയസ് ഹർട്ടും ഗ്രീവിയസ് ഹർട്ടും. പിന്നെ wrongful restraint and wrongful confinement, then criminal force and assault, kidnapping and abduction, rape, unlawful offenses എന്ന് തുടങ്ങി
സെക്ഷൻ 377 വരെ, മനസ്സിലായി, 299 മുതൽ സെക്ഷൻ 377 വരെയുള്ള ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻസ് ഡീൽ ചെയ്യുന്നത് ഈ വേരിയസ് ഒഫൻസസ് ഓഫ് അഫക്റ്റിംഗ് ലൈഫ് ആൻഡ് പീപ്പിൾ. അതാണ് നമ്മൾ ഒഫൻസസ് റിലേറ്റിംഗ് ടു ബർത്ത് ഓഫ് ചിൽഡ്രൻ. ഇതെല്ലാം ഹ്യൂമൻ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്ന ഒഫൻസുകളാണ്, ഹ്യൂമൻ ബോഡിയെ. അപ്പൊ ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ പ്രധാനമായിട്ട് പ്രതിപാദിക്കാനുള്ള ഒരു വിഷയം. അതില് അതും ഞാൻ വളരെ സംക്ഷിപ്തമായിട്ടേ പറയുന്നുള്ളൂ, കാരണം അതിനുള്ള സമയം നമുക്ക് കിട്ടുന്നുള്ളൂ. ഒന്ന്, ഒഫൻസസ് അഫക്റ്റിംഗ് ലൈഫാണ്. അത് രണ്ടായിട്ട് നമ്മൾ തിരിക്കുന്നു അതിനെ. ഒന്ന് കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡർ. കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡർ അത് 299 സെക്ഷൻ 299 to 304 ആണ്. 299 to 304 കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡർ. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ സ്ലൈഡുകളൊന്നും ഇടാൻ പറ്റിയില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങോട്ടായിപ്പോയി, എനിക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നു, എനിക്ക് പല തിരക്കുകളായിപ്പോയി. അതുകൊണ്ട് എനിക്ക് ആ സ്ലൈഡ്സ് ഒന്നും ഇടാൻ പറ്റിയില്ല. ഐ എം വെരി സോറി ഫോർ ഇറ്റ്. അത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇതെല്ലാം അതും കൂടെ നോക്കി കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എല്ലാം ക്ലിയർ ആയേനെ. ഇതിപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. സോ ക്ഷമിക്കുക. അപ്പൊ ഞാനിപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അതേ പറയാൻ ഒക്കത്തുള്ളൂ. ക്ലാസ് നിന്ന് എടുക്കാൻ ഒക്കും തന്നെ ഞാൻ കരുതിയിരുന്നതല്ല. പിന്നെ സഫിയൊക്കെ എന്നെ വളരെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, ഇതുപോലെയാണെന്നൊക്കെ പറഞ്ഞു. എനിവേ ഫോർച്ചുനേറ്റ്ലി നമുക്കത് സാധിച്ചു. ഓക്കെ, അപ്പൊ അതിനകത്ത് കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡർ. രണ്ടാമത്തത് റാഷ് ഓർ നെഗ്ലിജന്റ് ഹോമിസൈഡ്, സെക്ഷൻ 304A, റാഷ് ഓർ നെഗ്ലിജന്റ് ഹോമിസൈഡ്. അടുത്തത് ഡവറി ഡെത്ത്, സെക്ഷൻ 304B. അടുത്തത് അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, സെക്ഷൻ 305 and 306. ആൻഡ് അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്, സെക്ഷൻ 309. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഇതാണ് ഒഫൻസസ് അഫക്റ്റിംഗ് ലൈഫ് എന്ന് പറയുന്നത്. ഇനി ഒഫൻസസ് അഫക്റ്റിംഗ് ബർത്ത് ഓഫ് ചിൽഡ്രൻ, അത് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിച്ചു. ഒന്ന്, കോസിംഗ് മിസ്കാരേജ്, സെക്ഷൻ 312 and 314. ഒന്ന്, ഇഞ്ചുറീസ് ടു അൺബോൺ, ജനിക്കാത്ത കുട്ടികളോടുള്ള ഇഞ്ചുറീസ്, സെക്ഷൻ 315 and 316. അടുത്തത് എക്സ്പോഷർ ആൻഡ് അബാൻഡൻമെന്റ് ഓഫ് ഇൻഫൻസ്, ആൻഡ് കൺസീൽമെന്റ് ഓഫ് ബർത്ത്, ജനനം ഒളിപ്പിച്ചു വെക്കുക, സെക്ഷൻസ് 317 and 318. ഇത്രയാണ് ആ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. മൂന്നാമത്തത് ഹർട്ട് ആൻഡ് ഗ്രീവിയസ് ഹർട്ട് ആണ്, സെക്ഷൻ 319 to 338. ഇതെല്ലാം ഹർട്ട് ആൻഡ് ഗ്രീവിയസ് ഹർട്ടിൽ പോകും. അതിനകത്ത് അമെന്റ്മെന്റ്സിൽ കൂടി വന്നിരിക്കുന്ന സെക്ഷൻ 326A, 326B, അത് അമെന്റ്മെന്റിൽ കൂടി വന്നിരിക്കുന്ന ക്രിമിനൽ ലോ അമെന്റ്മെന്റിൽ കൂടി വന്നിരിക്കുന്ന സംഗതികളാണ് ഹർട്ട് ആൻഡ് ഗ്രീവിയസ് ഹർട്ട്. Then wrongful restraint and wrongful confinement, section 339 to 348. 339 to 348. അടുത്തത് kidnapping and abduction, section 359 to 369 of Indian Penal Code. Kidnapping and abduction. അടുത്തത് rape, section 375 to 376E, A, B, C, D, E. Section 375 to 376E, including 376A, B, C, D, എല്ലാം കൂടെ അതിൽ വരും. പിന്നെ അൺനാച്ചുറൽ ഒഫൻസസ്, സെക്ഷൻ 377. അൺനാച്ചുറൽ ഒഫൻസസ്, സെക്ഷൻ 377. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ ഒഫൻസസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്നത്. ഇതിൽ ഇനി ഞാനത് വളരെ സംക്ഷിപ്തമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ ശ്രമിക്കാം. അതിൽ ഒന്ന്, കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡർ ആണ്, സെക്ഷൻ 299 and 300. കൾപ്പബിൾ ഹോമിസൈഡ് ആൻഡ് മർഡർ, കൊല എന്ന് പറയുന്ന, മർഡർ എന്ന് പറഞ്ഞ രണ്ട് രീതിയിലാണ്, ഒന്ന് കൊലയും ഒന്ന് കൊലയല്ലാത്ത കൊലയും. അതാണ് കൾപ്പബിൾ ഹോമിസൈഡ്, എമൗണ്ടിങ് ടു മർഡർ ആൻഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. അതാണ്
ഹോമിസൈഡ്. ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ? ഇറ്റ്സ് എ കില്ലിംഗ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ബൈ അനദർ ഹ്യൂമൻ ബീയിങ്. അതാണ് കില്ലിംഗ് ഓഫ് എ ഹ്യൂമൻ ബീയിങ് ബൈ അനദർ ഹ്യൂമൻ ബീയിങ് ആണ് ഹോമിസൈഡ് എന്ന് പറയുന്നത്. അതിനെ നമുക്ക് ഈ ഹോമിസൈഡിനെ തന്നെ നമുക്ക് പ്രധാനമായിട്ട് 2-3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ഒന്ന് ലോഫുൾ ഓർ ജസ്റ്റിഫയബിൾ ഓർ സിമ്പിൾ ഹോമിസൈഡ്സ്. സിമ്പിൾ ഹോമിസൈഡ് എന്ന് പറയുന്നത് ലാഫുൾ ആണ്, അതെല്ലാം ലാഫുൾ ഹോമിസൈഡ് ആണ്, നിയമപരമായിട്ട് അത് ജസ്റ്റിഫൈ ചെയ്യാവുന്നതാണ്. ജസ്റ്റിഫയബിൾ ആണ്, ജസ്റ്റിഫയബിൾ ഹോമിസൈഡ്സ് ആണ്, കില്ലിംഗ് ആണ് പക്ഷെ ജസ്റ്റിഫയബിൾ ആണ്. അതാണ് ഒരു കാറ്റഗറി. രണ്ടാമത് എക്സ്ക്യൂസബിൾ ഹോമിസൈഡ്സ്. എക്സ്ക്യൂസബിൾ, ചെയ്യാൻ പാടില്ല, ചെയ്തു പക്ഷെ എക്സ്ക്യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഹോമിസൈഡ്സ്. മൂന്നാമത്തത് അൺലാഫുൾ ഹോമിസൈഡ്, നിയമവിരുദ്ധമായുള്ള ഹോമിസൈഡ്. അതാണ് മൂന്നാമത്തെ കാറ്റഗറി. ഇനി അതില് രണ്ടാമത്തെ ഈ ഓരോന്നും പിന്നെ പറയാൻ നിൽക്കുന്നില്ല, കാരണം വെച്ചാൽ നമുക്ക് സമയം തികയത്തില്ല. അതുകൊണ്ട് ഇനി നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡ് എന്താണെന്ന് നോക്കാം. കൾപ്പബിൾ ഹോമിസൈഡ് സെക്ഷൻ 299 കൾപ്പബിൾ ഹോമിസൈഡ് എന്താണെന്ന് പറയുന്നത്. ജസ്റ്റ് സെക്കൻഡ്. എന്താണ് പറഞ്ഞത്? causing the death of a human being with the intention of causing death or with the intention of causing such a bodily injury as is likely to cause death. അതാണ് ഈ 299 പറയുന്നത്. causing the death of a human being with the intention of causing death. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ കൊല്ലുക വിത്ത് ദ ഇന്റൻഷൻ. അത് മെൻസ്രിയ വന്നു, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മെൻസ്രിയ വേണം, ആക്ടസ് റിയസും വേണം, മെൻസ്രിയയും വേണം. അപ്പം മെൻസ്രിയയോട് കൂടി ഒരാളെ കൊന്നു. causing the death of a human being with the intention of causing death or with the intention of causing such a bodily injury as is likely to cause death. അല്ലെങ്കിൽ മരണം സംഭവിപ്പിച്ചേക്കാവുന്ന രീതിയിലുള്ള ബോഡിലി ഇഞ്ചുറി, അതേപോലെയുള്ള ബോഡിലി ഇഞ്ചുറി ഏൽപ്പിക്കുകയും അയാൾ മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ കേൾക്കുമ്പോൾ പിന്നെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണിത്. കാരണം ഈ ഒരു കേസ് അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണോ മർഡർ ആണോ എന്ന് ഇപ്പൊ യഥാർത്ഥത്തിൽ ജഡ്ജസിന് പോലും അറ്റ് എ ഗ്ലാൻസിലൊന്നും ഉത്തരം പറയാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ രണ്ടിന്റെയും ഫീച്ചേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് നോക്കിയാൽ ആൾമോസ്റ്റ് ദ സെയിം ആണ്, സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഏതാണ് കൾപ്പബിൾ ഹോമിസൈഡ്, ഏതാണ് മർഡർ എന്നുള്ളത് നമ്മൾ ഭംഗിയായിട്ട് തിരിച്ചറിയണം. അത് ഇത് ഭംഗിയായിട്ട് പഠിക്കേണ്ടുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങളെല്ലാം കൂടുതൽ പേര് ലോ ഗ്രാജുവേറ്റ്സ് ഒക്കെ ഒരുപാട് പേര് ഇതിനകത്തുണ്ടെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് അവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ലോ ടീച്ചേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം ഇതൊക്കെ അറിയാം. എങ്കിലും അറിഞ്ഞുകൂടാത്ത ഒരു വിഭാഗം ആൾക്കാരും കാണും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്നത്. ലോ പഠിച്ച് കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് ഇത് പറയേണ്ടുന്ന കാര്യമില്ല. ദേ മേ ബി നോയിങ് ഇറ്റ് ബെറ്റർ. സോ ഇവിടെ 299 പറയുന്നത് causing the death of a human being with the intention of causing death or with the intention of causing such a bodily injury as is likely to cause. അവിടെ പറയുന്നത് commit the offense of culpable homicide. ഇനി a person who causes bodily injury to another who is laboring under a disorder, disease or bodily infirmity and thereby accelerates the death of that other shall be deemed to have caused his death എന്ന് പറയുന്നുണ്ട്. ഒരാൾക്ക് ഇപ്പൊ മരിക്കാൻ കിടക്കുകയാണ്, മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ ഡെത്തിനെ ആക്സിലറേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തി, സ്പീഡപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു പ്രവൃത്തി ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അതും കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. മനസ്സിലായല്ലേ? ഇനി where death is caused by bodily injury, the person who causes such a bodily injury shall be deemed to have caused the death, although by resorting to proper remedies and skillful treatment the death might have been prevented. അതായത് ഒരാളെ ഇപ്പൊ കുത്തുകൊണ്ട് വീണവനെ സമയത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തിരുന്നു എങ്കിൽ അവൻ രക്ഷപ്പെടുമായിരുന്നേനെ എന്നുള്ളത് പ്രശ്നമല്ല. അപ്പൊ കുത്തുകൊണ്ട് വീണ ഒരുത്തനെ although by resorting to proper remedies and skillful treatment the death might have been prevented.
ഡെത്ത് പക്ഷേ പ്രിവെന്റ് ചെയ്യാമായിരുന്നു. ഇതൊന്നും ഒക്കാതെ പോയതിന്റെ പേരിൽ അയാൾ മരിച്ചു പോയി കഴിഞ്ഞാലും ഡെത്ത് ഈസ് കോസ്ഡ് ബൈ ബോഡി ഇഞ്ചുറി ആണ്, അയാള് ലയബിളാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ എന്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ അയാൾ രക്ഷപ്പെട്ടേനല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുത്തനെ കുത്തി അവൻ മരണപ്പെട്ടാലേ വരുന്നുള്ളൂ. കൾപ്പബിൾ ഹോമിസൈഡ് വരണം, കില്ലിങ് വരണം, എങ്കിലേ ഇത് ബാധകമാവുന്നുള്ളൂ. മൂന്നാമത്തെ എക്സ്പ്ലനേഷൻ പറയുന്നത് ദി കോസിംഗ് ഓഫ് ദ ഡെത്ത് ഓഫ് എ ചൈൽഡ് ഇൻ ദി മദേഴ്സ് വൂംബ് ഈസ് നോട്ട് ഹോമിസൈഡ്. അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് ഒരു കുഞ്ഞിനെ കൊന്നാൽ the causing of the death of a child in the mother's womb is not homicide. അത് killing അല്ല. But it may amount to culpable homicide to cause the death of a living child. ഒരു ലിവിങ് ചൈൽഡിനെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ആരാ ഈ ലിവിങ് ചൈൽഡ്? ആരാണ്? ദ ചൈൽഡ് ഇൻ ദ മദേഴ്സ് വൂംബ്. മദേഴ്സ് വൂംബിനകത്ത് ആ അമ്മയുടെ ഗർഭപാത്രത്തിനുള്ളിൽ കിടക്കുന്ന കുട്ടി. ലിവിങ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇഫ് എനി പാർട്ട് ഓഫ് ദ ചൈൽഡ് ഹാസ് ബീൻ ബ്രോട്ട് ഫോർത്ത് though the child may not have been breathed or been completely born. ആ കുട്ടി പൂർണ്ണമായി ജനിക്കണം എന്നില്ല, ഭാഗികമായി ജനിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ പ്രസവ മാത്രയിൽ പുറത്തു വന്നാൽ അവിടെ വെച്ചാണ് ആ കുട്ടിയെ കൊല്ലുന്നതെങ്കിൽ അത് ഇറ്റ് ഈസ് എന്താണ്, അതൊരു ഹോമിസൈഡ് ഓഫ് എ ലിവിങ് ചൈൽഡ് ആവും. പ്രസവം മാത്രം ഡ്യൂറിംഗ് ദ പ്രോസസ് ഓഫ് ഡെലിവറി ഇഫ് എനി പാർട്ട് ഓഫ് ദ ചൈൽഡ് ഹാസ് ബീൻ ബ്രോട്ട് ഫോർത്ത്, ഏതെങ്കിലും ഒരു ഭാഗം പുറത്തു വന്നു കഴിഞ്ഞാൽ ഈവൻ ഇഫ് ആൻ ഇഞ്ചുറി കോസ്ഡ് ടു ദ ചൈൽഡ് വിച്ച് ഈസ് ഫേറ്റൽ ആയിട്ടുള്ള ഇഞ്ചുറി ആ കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കൾപ്പബിൾ ഹോമിസൈഡ്. അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയുന്ന ആ ഓഫൻസിനകത്ത് മനസ്സിലാക്കുന്നത്. ദെൻ അടുത്തെന്ന് പറയുന്നത് നമ്മൾ അതിന്റെ പണിഷ്മെന്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 304 പ്രൊവൈഡ്സ് ഫോർ ദ പണിഷ്മെന്റ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഇറ്റ് ഈസ് ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ 10 years and fine. അതുകൊണ്ടാണ് ഈ 10 years and ലൈഫ് ഇംപ്രിസൺമെന്റ് വന്നു കഴിഞ്ഞാൽ മാക്സിമം കൊടുക്കാവുന്ന ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് ആണ്, ഓർ ഇംപ്രിസൺമെന്റ് ഫോർ 10 years and fine. 10 വർഷം വരെ ആണ് അല്ലാതെ വരുന്നത്. ഇഫ് ദി ഒഫൻസ് കംസ് അണ്ടർ ക്ലാസ് 1 or 2, ഇറ്റ് കംസ് അണ്ടർ ക്ലാസ് 3, then imprisonment for 10 years or fine or both. ഇനി അതിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കണം. നമ്മൾ മർഡറിലേക്ക് വരികയാണ്. മർഡർ പറയുന്നത് സെക്ഷൻ 300 മുതൽ 303 വരെയാണ് മർഡർ എന്താണെന്ന് പറയുന്നത്. ഈ 299 പഠിച്ചതിന് ശേഷം മാത്രം അതിൽ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ മർഡറിനകത്ത് വന്നിട്ടുള്ളൂ. മർഡറിനകത്ത് പറഞ്ഞിരിക്കുന്നത് is culpable homicide is a genus, whereas murder is a species എന്നാണ് പറയുന്നത്. അപ്പോൾ an offense cannot amount to murder unless it falls within any of the exceptions definition of the culpable homicide. Section 300 പറയുന്നത് except in the cases hereinafter accepted. ഇനി എക്സെപ്റ്റ് ചെയ്യുന്ന സെക്ഷൻസ് ഒഴികെ culpable homicide is murder if the act by which the death is caused is done with the intention of causing death. കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് തന്നെ ഒരാളെ കൊല്ലുക. മറ്റേതിലും അത് തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത് അതിലും വന്നു, മെൻസ്രിയ ഇതിലും വന്നു. കൊല്ലണമെന്ന് ഉദ്ദേശിച്ച ഒരാളെ കൊല്ലുകയും അയാൾ മരിക്കുകയും ചെയ്താൽ മർഡർ ആവും. കൊല്ലണമെന്ന് ഉദ്ദേശിച്ച് ഒരാളെ ഉപദ്രവിക്കുകയും അയാൾ കൊല്ലപ്പെടാം എന്ന് ധരിച്ച് അയാളെ ഉപദ്രവിക്കുകയും അയാൾ മരിക്കുകയും ചെയ്താൽ കൾപ്പബിൾ ഹോമിസൈഡ് ആവും. എന്താ ഇതിനുള്ള വ്യത്യാസം? ഭയങ്കര സ്ലൈറ്റ് ഡിഫറൻസേ ഉള്ളൂ. ഒരാള് കൊല്ലപ്പെടാം, ലൈക്ലി ടു കോസ് ദ ഡെത്ത് ഓഫ് ദ പേഴ്സൺ എന്നാണ് പറയുന്നത്. ആ ഇഞ്ചുറി, അയാളെ ഏൽപ്പിച്ച ഇഞ്ചുറി, മുറിവ്, ക്ഷതം അയാളെ മരണത്തിലേക്ക് എത്തിച്ചേക്കാം എന്ന് ധരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അയാളെ ഇഞ്ചുറി ഏൽപ്പിക്കുകയും അയാൾ മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് 299 വരും, കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. എന്നാൽ അയാൾ മരിക്കണമെന്ന് ഉദ്ദേശിച്ച് അയാളെ കുത്തുകയും അല്ലെങ്കിൽ അയാളെ ഇഞ്ചുറി ഏൽപ്പിക്കുകയും അയാൾ മരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് മർഡർ ആവും. കേൾക്കുമ്പം നിങ്ങൾക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല, പക്ഷെ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞതിൽ തന്നെ വ്യത്യാസമുണ്ട്. മറ്റേ ചെറിയൊരു വ്യത്യാസം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. മറ്റേ 299 പറയുന്നത് അയാൾ മരണപ്പെട്ടേക്കാം
അയാൾ മരണപ്പെടണം എന്നുദ്ദേശിച്ച് ഈ ഇഞ്ചുറി കൊണ്ട് അയാൾ മരണപ്പെട്ടേക്കാം എന്ന് ധരിച്ച് കുത്തുകയും അല്ലെങ്കിൽ എന്ന് ധരിച്ച് അയാളെ ഇഞ്ചുറി ഏൽപ്പിക്കുക. കുത്തുക എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നുള്ളേ ഉള്ളൂ. എല്ലാത്തിനകത്തും കുത്തണം എന്ന് തന്നെ ഇല്ല. കുത്തുകയോ വെട്ടുകയോ പോയിസൺ കൊടുക്കുകയോ ചവിട്ടി കിണറ്റിയിടുകയോ എന്തുവാകാം, വാട്ടവർ ആക്ടിനെ പറയുന്നുള്ളൂ. ക്രൈം ഈസ് ഐദർ ആൻ ആക്ട് ഓർ ആൻ ഒമിഷൻ എന്നാ പറയുന്നത്. ആക്ട് മാത്രമല്ല, ഒരു പ്രവൃത്തി മാത്രമല്ല ക്രൈം, ഒരു ഒമിഷനും ക്രൈം ആകും. ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചെയ്യേണ്ടുന്നവൻ ചെയ്യേണ്ടുന്ന പോലെ ചെയ്തില്ല എങ്കിൽ ഒമിഷനാണ്, അതും ക്രൈം ആകും. അപ്പോ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ, കുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പറയുന്ന ഒരു എക്സാമ്പിൾ എന്നുള്ളതേ ഉള്ളൂ. സോ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ആം ആൾവേസ് യൂസിങ് ദാറ്റ് വേർഡ്. അത് ഏത് രീതിയിലുള്ള ഇഞ്ചുറിയും ആകാം, ഇഞ്ചുറി ഏത് രീതിയിലും കൊടുക്കാം. ഇനി രണ്ടാമത്, if it is done with the intention of causing such bodily injury as the offender knows to be likely to cause the death of the person to whom the harm is caused. അതായത് ഞാൻ ഏൽപ്പിക്കുന്ന മുറിവ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ മുറിവ് മതി എന്ന് എനിക്കറിയാമെങ്കിൽ ആ അറിവോടുകൂടി ഞാൻ ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് മർഡറാവും. ഉദാഹരണമായിട്ട് ഞാൻ ചെറിയ ഉദാഹരണം പറയാം. വെറും ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒരുത്തിനെ കൊടുക്കുക, അയാൾ ചാവണം, അയാൾ ഹാർട്ട് പേഷ്യൻ്റ് ആണ്, ഞാൻ അയാൾ ചെന്ന് പറയുന്നു അവനെ കൊല്ലണം എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ കൂടെ ചെന്ന് പറയുകയാണ് പിന്നെ ഇയാളുടെ ഫാദർ മരിച്ചുപോയി, അല്ലെങ്കിൽ ഇയാളുടെ ഫാദർ കിണറ്റിൽ വീണ് മരിച്ചു എന്ന് ഞാൻ ചെന്ന് പറയുമ്പോൾ ഈ അയാൾ ഹാർട്ട് പേഷ്യൻ്റ് ആണെന്നും ഈ ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് അയാളുടെ ജീവൻ എടുക്കുമെന്നും എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ അയാളെ ശാരീരികമായിട്ടൊന്നും ഉപദ്രവിക്കണം. എൻ്റെ ഈ ഒരു ഇൻഫർമേഷൻ, ഈ കമ്മ്യൂണിക്കേഷൻ ഈസ് സഫീഷ്യന്റ് ടു കോസ് ദ ഡെത്ത്. സോ ഐ നോ ദാറ്റ് ദിസ് ഇഞ്ചുറി ഈസ് സഫീഷ്യന്റ് ഇൻ ഹിസ് കേസ് ടു കോസ് ദ ഡെത്ത് ഓഫ് ദാറ്റ് പേഴ്സൺ. അയാളെ കൊല്ലാൻ ഇത് മതി എന്ന് എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ അറിവോടുകൂടിയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ മർഡറാണ് കമ്മിറ്റ് ചെയ്യുന്നത്, കൾപ്പബിൾ ഹോമിസൈഡ് അല്ല. അതാണ് അതിന്റെ വ്യത്യാസം. If it is done with the intention of causing bodily injury to any person and the bodily injury intended to be inflicted is sufficient in the ordinary course of nature to cause death. അയാളെ ഞാൻ ഏൽപ്പിക്കുന്ന ഇഞ്ചുറി ഓർഡിനറി കോഴ്സിൽ ആ ഇഞ്ചുറി കാരണം ആരും മരിക്കും, അങ്ങനെയുള്ള അത്ര ബ്രൂട്ടലായിട്ടുള്ള ഒരു ഇഞ്ചുറിയാണ് ഞാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ അതുകൊണ്ട് അയാൾ മരിച്ചു കഴിഞ്ഞാൽ അത് മർഡറാവും, അത് മർഡറാവും. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞതിലോട്ട് 8 ഇഞ്ച് നീളമുള്ള ഒരു കഠാരി വെച്ച് ഒരുത്തന്റെ ചെസ്റ്റിലേക്ക് കുത്തി ഇറക്കുകയാണ്. സോ ദർ ഈസ് നോ സ്കോപ്പ് ഓഫ് സർവൈവൽ. ഇറ്റ് ഈസ് ഷുവർ ദാറ്റ് സച്ച് എ ഫേറ്റൽ ഇഞ്ചുറി ഈസ് സഫീഷ്യന്റ് ടു കോസ് ദ ഡെത്ത് ഓഫ് എനി പേഴ്സൺ. ഏത് വ്യക്തിക്കും ഇതുപോലത്തെ ഒരു ഇഞ്ചുറി മതി അവന്റെ ജീവൻ തീരാൻ. അപ്പൊ ഇവിടെ തീർന്നു, അപ്പൊ അത് മർഡർ തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില സ്ലൈറ്റ് ചേഞ്ച്. ഫോർത്തിലി, ഇഫ് ദ പേഴ്സൺ കമ്മിറ്റിംഗ് ദി ആക്ട് നോസ് ദാറ്റ് ഇറ്റ് ഈസ് സോ ഇമിനന്റ്ലി ഡേഞ്ചറസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് in all probability cause the death or such bodily injury as is likely to cause death and commit such a act without any excuse for incurring the risk of causing death or such injury as aforesaid. അപ്പോ ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ മർഡർ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ മർഡറുമായി നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡുമായി, ഒന്ന് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, ഒന്ന് കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്താണ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ എന്ന് പറയുമ്പോൾ 3-4 എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ഈ എക്സെപ്ഷൻസ് വരുന്ന ഒന്നും യഥാർത്ഥത്തിൽ മർഡർ ആവില്ല. ഉദാഹരണമായിട്ട്, culpable homicide is not murder if the offender was deprived of the power of self-control by grave and sudden provocation causes the death of the person who gave the provocation. എന്നെ പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്ത ഒരു വ്യക്തിയെ ഞാൻ ആ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനിൽ ഞാൻ അയാളെ കൊല്ലുകയാണെങ്കിൽ, അപ്പോ ഞാൻ കൊല്ലുകയാണെങ്കിൽ അത് മർഡർ അല്ല, അത് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആവും. മർഡർ ആവുന്നില്ല, കാരണം ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്നത് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനിലാണ്. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും മതി. ഇപ്പോ ഒരുത്തനെ തൊന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അത് മതി പ്രൊവോക്ഡ് ആവാൻ. പക്ഷേ ദിസ് ഈസ് ടു ബി അനലൈസ്ഡ് ബൈ ദ കോർട്ട് ആൻഡ് ദ കോർട്ട് ഹാസ് ടു ലുക്ക് ഇൻടു വെദർ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് സഫീഷ്യന്റ് ടു ക്രിയേറ്റ് എന്താണ് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ. അപ്പൊ ഇത് മതിയോ എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പൊ ആ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ ഞാൻ ഉണ്ടാക്കുന്നോ ഇല്ലെന്നുള്ളതാണ് പ്രശ്നം. വെദർ ദീസ് വേർഡ്സ് ആർ സഫീഷ്യന്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ. ആൻഡ് ഇഫ് ദ കോർട്ട് ഈസ് സാറ്റിസ്ഫൈഡ് യെസ് ദിസ് ഈസ് സഫീഷ്യന്റ്,
then the court will say that this is grave and sudden provocation. So this is not murder. This is culpable homicide not amounting to murder. എന്ന് കോടതിക്ക് പറയാം. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ പറയുന്നത്. പിന്നെ അത് ഒരു എക്സെപ്ഷൻ ആണ് ആ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് രണ്ടാമത്തെ എക്സെപ്ഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ culpable homicide is not murder if the offender in the exercise of his in good faith or the right of private defense. താൻ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് തനിക്കുണ്ട്, ഞാൻ എൻ്റെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യുകയായിരുന്നു, ഞാൻ എൻ്റെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്യുന്നതിനിടയിലാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് കോടതിക്ക് ബോധ്യപ്പെടണം. കാരണം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഔട്ട് ഹു ഹാസ് സ്റ്റാർട്ടഡ് ദി അസോൾട്ട്. ഇപ്പൊ രണ്ടുപേര് തങ്ങളിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു. അപ്പോൾ അവിടെ ഈ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഈ രണ്ട് പാർട്ടികളാണ് ഉണ്ടാവുന്നത്. ഒന്ന് അറ്റാക്കർ ഓർ അഗ്രസർ, മറ്റേ ആള് അറ്റാക്ഡ്. അപ്പം ഞാൻ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്, എനിക്കെതിരായിട്ട് കേസ്, ഞാൻ ഒരാളെ കൊന്നപ്പോൾ എനിക്ക് അവിടെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ടോ? ഞാൻ കോടതിയിൽ എൻ്റെ വക്കീൽ പറയുന്നത് ഞാൻ കൊന്നതിന്റെ കാരണം റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്, ഞാൻ അയാളെ കൊന്നില്ലായിരുന്നുവെങ്കിൽ അയാൾ എന്നെ കൊന്നേനെ. ഞാൻ പറഞ്ഞല്ലേ, സെക്ഷൻ 100 അനുസരിച്ച് നമുക്ക് ഒരാളെ കൊല്ലുക വരെ ചെയ്യാം. അത് എപ്പോഴാണ് നമുക്ക് കൊല്ലുക വരെ ചെയ്യാവുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അറ്റാക്കർ എന്നെ അറ്റാക്ക് ചെയ്തു, ഞാൻ അറ്റാക്ഡ് ആയി, സോ ഐ ക്യാൻ എക്സസൈസ് മൈ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. എനിക്ക് എൻ്റെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എനിക്ക് എക്സസൈസ് ചെയ്യാം. ഞാൻ എൻ്റെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്തപ്പോൾ അയാൾ കൊല്ലപ്പെട്ടു. അപ്പോ ഞാൻ അയാൾ കൊല്ലപ്പെട്ടതിന്റെ കാരണം ഞാൻ എൻ്റെ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എക്സസൈസ് ചെയ്തതിന്റെ പേരിലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഇറ്റ് കംസ് ആസ് ആൻ എക്സെപ്ഷൻ ടു സെക്ഷൻ 300. അതാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതാണ് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. ഇനി മൂന്നാമത്തെ എക്സെപ്ഷൻ എന്ന് പറഞ്ഞത്, culpable homicide is not murder if the offender being a public servant or aiding a public servant acting for the advancement of public justice. നിങ്ങൾ ഭംഗിയായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു സെക്ഷനാണ്. ഒരു പബ്ലിക് ഓഫീസർ ആണെങ്കിൽ, ഒരു പബ്ലിക് സെർവന്റ് ആണെന്നുണ്ടെങ്കിൽ, അയാൾ ആ പബ്ലിക് സെർവന്റ് എന്നുള്ള രീതിയിൽ അയാളുടെ ജോലി ചെയ്യുന്നതിനിടയിലാണ് ഒരു സംഭവം, ഒരു മർഡർ നടക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു മർഡർ നടക്കുന്നെങ്കിൽ അത് മർഡർ ആവില്ല. Exceeds the power given to him by law and causes death by doing an act which he in good faith believes to be lawful and necessary for the due discharge of his duty as a public servant and without ill will towards the person whose death is caused. A police officer arrests a person and during the arrest the accused is trying to escape from his custody. So the police officer follows him. പിന്തുടരുകയാണ്. അപ്പം അവസാനം അയാളെ പെട്ടെന്ന് പിടിക്കേണ്ടി വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം സംഭവം. അപ്പോൾ സോ അത് അവിടെ പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ദ പോലീസ് ഓഫീസർ ഷുഡ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത്. അത് അണ്ടർലൈൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഗുഡ് ഫെയ്ത്തിൽ വേണം ഈ പ്രവൃത്തി ചെയ്യാൻ. ഒരു പ്രവൃത്തി ചെയ്യുകയും, ഗുഡ് ഫെയ്ത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുകയും, എന്നാൽ മരണം സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പോലീസ് ഓഫീസറിനെതിരായിട്ടൊരു മർഡർ കേസ് എടുത്തു കഴിഞ്ഞാൽ, പോലീസ് ഓഫീസർ പബ്ലിക് സർവന്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, ഏത് പബ്ലിക് ഓഫീസർ ആയാലും ശരി, അദ്ദേഹം ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഗുഡ് ഫെയ്ത്തിൽ ചെയ്യുകയും ഒരു മരണം സംഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരായിട്ടൊരു മർഡർ കേസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ എക്സെപ്ഷൻ പറയാം. കാരണം എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു, ഞാൻ ഗുഡ് ഫെയ്ത്തിലാണ് ചെയ്തത്, സോ അത് മർഡർ ആവില്ല. പക്ഷേ ഇറ്റ് മേ അമൗണ്ട് ടു കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ. ഈ എക്സെപ്ഷൻ 4 പറയുന്നത്, if it is committed without premeditation in a sudden fight. രണ്ടുപേര് തങ്ങളിൽ ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു സഡൻ ഫൈറ്റ്, ആ സഡൻ ഫൈറ്റിൽ പ്രീമെഡിറ്റേഷൻ ഇല്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് ഒരുത്തൻ പിന്നെ വേറൊരുത്തനെ പിടിച്ചു തള്ളുന്നു, അല്ലെങ്കിൽ അവിടെ പെട്ടെന്ന് അവർ തങ്ങളിൽ ഒരു ക്ലാഷ് ഉണ്ടാകുന്നു. ക്ലാഷ് ഉണ്ടായിട്ട് അവനെ പിടിച്ച് അങ്ങോട്ട് തള്ളി അവൻ്റെ തല പോയി കുറെ ഇടിക്കുന്നു, അവൻ തീരുന്നു, അവൻ മരിക്കുന്നു. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ വരുന്ന സമയത്തും യഥാർത്ഥത്തിൽ സഡൻ ഫൈറ്റിലാണ് സംഭവിക്കുന്നത്. കാരണം മെൻസ്രിയ ക്രിയേറ്റ് ഫോം ചെയ്യാനുള്ള സമയമില്ല, അയാൾക്ക് മെൻസ്രിയ ഇല്ല, ആ സഡൻ ഫൈറ്റിലാണ്. അതുകൊണ്ടാണ് ആ എക്സെപ്ഷൻ വരുന്നത്. അപ്പോൾ അത് മർഡർ ആവില്ല, പക്ഷെ മറിച്ച് കൾപ്പബിൾ ഹോമിസൈഡ് ആകാം. 5 പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് മർഡർ വെൻ ദ പേഴ്സൺ ഹൂസ് ഡെത്ത് ഈസ് കോസ്ഡ് ബീങ് എബവ് ദി ഏജ് ഓഫ് 18 years സഫേഴ്സ് ഡെത്ത് ഓർ ടേക്സ് ദി റിസ്ക് ഓഫ് ഡെത്ത് വിത്ത് ഹിസ് ഓൺ കൺസെന്റ്.
അയാളുടെ സ്വന്തം കൺസെന്റോട് കൂടിയാണ് ഒരാൾ മരണം വരിക്കുന്നതെന്നുണ്ടെങ്കിൽ, അയാൾ കൺസെന്റഡ് പാർട്ടി, വോളണ്ടറി നോൺ ഫിറ്റ് ഇഞ്ചുറി നമ്മൾ നേരത്തെ കണ്ടതാണ്, കൺസെന്റ് കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെയും അത് എക്സെപ്ഷൻ ആണ്. സോ ഇറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഒഫൻസ് അണ്ടർ സെക്ഷൻ 300 മർഡർ. ഇതാണ് അതിനെപ്പറ്റി പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന കാര്യം. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഒരു ഏരിയയിലേക്ക് വരുന്നത് റാഷ് ഓർ നെഗ്ലിജന്റ് ഹോമിസൈഡ് ഉണ്ട്, കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. മനസ്സിലായി? 304A പറയുന്നുണ്ട്, whoever causes the death of any person by doing any rash or negligent act not amounting to culpable homicide shall be punished with imprisonment of either description for a term which may extend to 2 years or with fine or with both. Section 304 ആണ് അതൊക്കെ. അതൊക്കെ പ്രൊബേഷന്റെ പരിധിയിൽ വരുന്നതാണ്. Then the provisions of section 304A apply to cases where there is no intention to cause death. അപ്പൊ അവിടെ റാഷ് നെഗ്ലിജൻസ് ആണ് വരുന്നത്. നെഗ്ലിജൻസോട് കൂടിയാണ് ഒരു ആക്ട് സമയം, മനസ്സിലായില്ല, കൊല്ലണം എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല, നെഗ്ലിജൻസോട് കൂടിയാണ് ചെയ്യുന്നത് എങ്കിൽ ആ റാഷ്നെസ് വരണം. മനസ്സിലായി? ആക്ട് ഡൺ വിത്ത് ദി കോൺഷ്യസ്നെസ് ഓഫ് എ റിസ്ക് ദാറ്റ് ഈവിൾ കോൺസിക്വൻസസ് വിൽ ഫോളോ. അതാണ് റാഷ്നെസ്. നമ്മൾ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗ്ലിജന്റ് അലക്ഷ്യമായിട്ട് വണ്ടി ഓടിക്കുക, റാഷ് ആയിട്ട് ഓടിക്കുക. കാരണം അതിന്റെ കോൺസിക്വൻസ്, റിസ്ക്, ഈവിൾ കോൺസിക്വൻസസ് ഉണ്ടാകുമെന്നുള്ള അറിവുണ്ടെങ്കിലും അത് പ്രശ്നമല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വണ്ടി ഓടിക്കുക. അതാണ് റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആക്ട് എന്ന് പറയുന്നത്. അത് ദെൻ ഇതിനെല്ലാം വരുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ടു 2 years ഓർ വിത്ത് ഫൈൻ ഓർ വിത്ത് ബോത്ത് ആണ് റാഷ്നെസ്. ഇനി അതിലൊക്കെ ഞാൻ പ്രധാനമായിട്ടൊന്നും പോകുന്നില്ല. അടുത്തത് നമ്മൾ 304B പറഞ്ഞ ഡവറി ഡെത്താണ്. ഡവറി ഡെത്ത് 304B ആണ്. മനസ്സിലായില്ലേ? അത് 1986 അമെന്റ്മെന്റ് അനുസരിച്ച്, ഡവറി പ്രൊഹിബിഷൻ അമെന്റ്മെന്റ് ആക്ട് 1986 അനുസരിച്ച് വന്ന ഒരു പ്രൊവിഷനാണ് ഡവറി ഡെത്ത്. അപ്പോൾ സെക്ഷൻ 304B പറയുന്നത്, വേർ ദ ഡെത്ത് ഓഫ് എ വുമൺ ഈസ് കോസ്ഡ് ബൈ എനി ബേൺസ് ഓർ ബോഡ്ലി ഇഞ്ചുറി or occurs otherwise than under normal circumstances within 7 years of her marriage, and it is shown that soon before her death she was subjected to cruelty or harassment by her husband or any relative of her husband for or in connection with any demand for dowry, such death shall be called dowry death എന്നാണ് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഡവറി ഡെത്ത് എന്ന് പറഞ്ഞാൽ, if a wife dies in a dubious circumstances within 7 years after her marriage, it is presumed that the husband or his relatives have committed dowry death എന്നാണ്. 7 വർഷത്തിനുള്ളിൽ, വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ഡൂബിയസ് സർക്കംസ്റ്റൻസ്, ഡൗട്ട്ഫുൾ സർക്കംസ്റ്റൻസസിനകത്ത് അൺനാച്ചുറൽ ആയിട്ട് ഒരു വൈഫ് മരിക്കുന്നുണ്ടെങ്കിൽ അൺനാച്ചുറൽ ഡെത്താണ്. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം പ്രിസംഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹസ്ബൻഡോ ഹസ്ബൻഡിന്റെ റിലേറ്റീവ്സോ അവരെ ഡവറിക്ക് വേണ്ടി കൊന്നു എന്നാണ് പ്രിസംഷൻ. ഈ ലോയില് പ്രിസംഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രൈവറ്റ് ഡിഫൻസിനെ പറ്റി പറഞ്ഞു. ഇവിടെ എല്ലാം പ്രിസംഷൻ എന്ന് പറഞ്ഞാൽ, നോർമലി പ്രിസംഷൻ എന്താണ്? ഒരു പ്രോസിക്യൂഷൻ കേസിന്റെ പ്രിസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതി കുറ്റം ചെയ്തു എന്നുള്ള പ്രിസംഷനാണ്. അതാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അപ്പോൾ പ്രോസിക്യൂഷൻ ഹാസ് ടു പ്രൂവ്, ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയും. ബർഡൻ ഓഫ് പ്രൂഫ് ലൈസ് ഓൺ ദിസ് പ്രോസിക്യൂഷൻ ടു പ്രൂവ് ദാറ്റ് ദി അക്യൂസ്ഡ് ഹാസ് കമ്മിറ്റഡ് ദി ഒഫൻസ്. അക്യൂസ്ഡ് ഒഫൻസ് കമ്മിറ്റ് ചെയ്തു ആര് പ്രൂവ് ചെയ്യണം? പ്രോസിക്യൂഷൻ പ്രൂവ് ചെയ്യണം. എന്നാൽ ഈ നമ്മൾ പറഞ്ഞ ജനറൽ എക്സെപ്ഷൻസ് സെക്ഷൻ 76 to 106 പറയുന്ന ഏതെങ്കിലും ഒരു എക്സെപ്ഷൻ ഇട്ടിട്ട്, ഇപ്പൊ ഇൻസാനിറ്റി, വട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അൺസൗണ്ട് മൈൻഡ് ആണെന്ന് പറയുന്നു. എന്റെ കക്ഷി കുറ്റം ചെയ്തു, പക്ഷെ അയാൾ ആ സമയത്ത് കുറ്റം ചെയ്ത സമയത്ത് അയാൾ അൺസൗണ്ട് മൈൻഡ് ആയിരുന്നു എന്ന് വക്കീൽ പറയുന്നെങ്കിൽ, ബർഡൻ ഓഫ് പ്രൂഫ് പ്രോസിക്യൂഷനിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഷിഫ്റ്റ് ചെയ്ത് ഡിഫൻസ് അഡ്വക്കേറ്റിലേക്ക് വരും. So the defense advocate has to prove before the court that during the time of the commission of the offense the accused was undergoing insanity. അയാൾ ഇൻസൈൻ ആയിരുന്നു എന്ന് ആ വക്കീൽ തെളിയിക്കണം. അതേപോലെ പ്രിസംഷൻ അന്നേരം മാറി വരും. ബർഡൻ ഓഫ് പ്രൂഫ്, തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം, തെളിയിക്കേണ്ടുന്ന ചുമതല, ഓനസ് ഓഫ് പ്രൂവിംഗ് എന്ന് പറയും. ഓനസ് ഓഫ് പ്രൂവിംഗ് മാറി വരും. ഇപ്പൊ ഡവറി ഡെത്തിനകത്ത് ഓനസ് ഓഫ് പ്രൂവിംഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആർക്ക് വരും? ബർഡൻ ഓഫ് പ്രൂഫ് ലൈസ് ഓൺ ദ ഹസ്ബൻഡ്. ആ ഹസ്ബൻഡിനാണ് അതിന്റെ ഓനസ് ഓഫ് പ്രൂവിംഗ് വരുന്നത്. He has to prove before the court
that I have not committed murder on my wife and it does not amount to dowry death. I have not made any demand for dowry so far. We were in love each other. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുകയായിരുന്നു, സന്തോഷമായിരുന്നു, ഞങ്ങൾ തങ്ങളിൽ ഒരു പ്രയാസവും ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇതെല്ലാം അദ്ദേഹം വേണം പ്രൂവ് ചെയ്യേണ്ടി വരുന്നത്. മനസ്സിലായല്ലേ? അപ്പോ നമ്മൾ ഈ എന്താണ് വേരിയസ് ഡയമെൻഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ എന്ന് പറയുന്നതിനകത്ത് ഇതെല്ലാം വരുന്നുണ്ട്. നമ്മുടെ ക്രിമിനൽ ലോയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ വരുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു അയാൾ നിരപരാധിയാകാം. ഒരു വൈഫ് സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ മരിച്ചുപോയി. സ്റ്റൗ പൊട്ടിത്തെറിച്ചൊരു ഭാര്യ മരിച്ചുപോയി. സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചുപോയെന്ന് അവരുടെ അനാസ്ഥ കൊണ്ട് സംഭവിച്ചതായിരിക്കും, അവരുടെ നെഗ്ലിജൻസ് കൊണ്ട് സംഭവിച്ചതാകാം. പക്ഷേ 7 വർഷത്തിനുള്ളിലാണെങ്കിൽ ഭർത്താവോ ഭർത്താവിന്റെ ആൾക്കാരോ ഡവറി ഡെത്ത് കമ്മിറ്റ് ചെയ്തെന്നാണ്. അപ്പൊ അങ്ങനെ ഡവറി ഡെത്ത് കമ്മിറ്റ് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് ബർഡൻ ഓഫ് പ്രൂഫ് ഭർത്താവിലേക്ക് വരികയാണ്. അപ്പൊ ആ ഭർത്താവ് വേണം പിന്നെ തെളിയിക്കാനായിട്ട്. എന്ത്? ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കൊന്നതല്ല, ആക്സിഡന്റൽ ഡെത്താണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതെല്ലാം ആ സമയത്ത് ഭാര്യയുടെ വിരഹദുഃഖം, ഭാര്യ മരിച്ചുപോയ വിഷമം താങ്ങാനാകാതിരിക്കുന്ന ഒരു ഭർത്താവ് ആ സമയത്ത് he is forced to produce evidence before the court to show that he has not committed the offense. അത് വേണം അയാൾ തെളിയിക്കാൻ. അപ്പൊ ഇത് വലിയൊരു നമ്മുടെ ഈ ഒരു നമ്മുടെ നിയമസംഹിതയിൽ വരുന്ന ഇത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാം. ലോയിൽ പലതും നമ്മൾ ഓരോ മിസ്കൺസെപ്ഷൻ ഉണ്ട്, പലതിനകത്തും ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. ഇനി അതാണ് ഡവറി ഡെത്ത് എന്ന് പറയുന്നത്. അത് ഒരു ഒഫൻസ് ആണ്. അത് 498A അത് പറയുന്നുണ്ട്. 498A ക്രൂവൽറ്റി ആണ് പറയുന്നത്. ക്രൂവൽറ്റി എന്താണ്? ക്രൂവൽറ്റി, whoever being the husband or the relative of the husband of a woman subjects woman to cruelty shall be punished with imprisonment for a term which may extend to 3 years and shall also be liable to fine. അവരെ ക്രൂവൽറ്റി കാണിക്കുക. ക്രൂവൽറ്റി എന്ന് പറയുന്ന വേർഡ് യഥാർത്ഥത്തിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല. എന്താണ് ക്രൂവൽറ്റി? ക്രൂവൽറ്റി എന്ന് പറയുന്നത് ഒരു എന്താണ്, വളരെ വൈഡ് കൊണറ്റേഷൻ ഉള്ള ഒരു വേർഡാണ് ക്രൂവൽറ്റി. ക്രൂവൽറ്റി എന്താണ്? ഏത് രീതിയിലാണ് ക്രൂവൽറ്റി? ഒരു ശാരീരികമായ ക്രൂവൽറ്റി ആണോ, മാനസികമായ ക്രൂവൽറ്റി ആണോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പല ഇൻസിഡൻസ് ഉണ്ട്. അതിലേക്കൊന്നും ഞാൻ ഇപ്പൊ കടക്കുന്നില്ല, നമ്മുടെ സമയപരിധി കൊണ്ട് ഞാൻ അതിലേക്കൊന്നും വരുന്നില്ല. ഇനി അടുത്തത് സൂയിസൈഡ് ഒക്കെയാണ്. സൂയിസൈഡിലേക്കൊന്നും ഞാൻ ഇപ്പൊ വരുന്നില്ല, അതൊക്കെ വളരെ നിസ്സാരമായ കാര്യം. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡും എങ്ങനെയാണ്, നമുക്ക് എത്ര സമയം എടുക്കാം, ആരാണ് ഇതിന്റെ കോർഡിനേറ്റർ, ആരാണ്, എനിക്ക് എത്ര സമയം വരെ എടുക്കാം? സർ 7 o'clock വരെ ടൈം ഉണ്ട്. അപ്പം ആർക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ആ ടൈമും കൂടെ നമ്മൾ കാണണം. 5 to 7 ആണ് നമ്മുടെ ഷെഡ്യൂള്. എനിക്ക് മൊത്തം കവർ ചെയ്യാൻ പറ്റാതെ വന്നാൽ മാക്സിമം കവർ ചെയ്യാൻ ശ്രമിക്കാം സർ. നമുക്ക് ടൈം, ക്വസ്റ്റ്യൻസിന്റെ ടൈമും കൂടെ നമ്മൾ കാണണം. ഓക്കെ. ഞാൻ I shall try to sum up within a soon. Okay. Okay sir, thank you. ഇനി കോസിംഗ് മിസ്കാരേജ്, ഇഞ്ചുറീസ് ടു അൺബോൺ. ഇനി പ്രധാനമായിട്ട് വരുന്ന ഏരിയ ഞാൻ എടുക്കാം. അതായത് ഹർട്ട് ആൻഡ് ഗ്രീവിയസ് ഹർട്ട്. ഹർട്ട് ആൻഡ് ഗ്രീവിയസ് ഹർട്ട് ആണ് നമ്മൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ പ്രൊബേഷൻ കൊടുക്കാനൊക്കാത്ത ഒരു സാഹചര്യങ്ങളാണ് ഗ്രീവിയസ് ഹർട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഗ്രീവിയസ് ഹർട്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയേ വെക്കൂ. 326A ഡീൽസ് വിത്ത് വോളണ്ടറി കോസിംഗ് ഗ്രീവിയസ് ഹർട്ട് ആണ് 326A. 319 to 338 ആണ് യഥാർത്ഥത്തിൽ 319 to 338 ഇൻക്ലൂഡിംഗ് സെക്ഷൻ 326A, 326B. അതൊക്കെ സബ്സിക്വന്റ് അമെന്റ്മെന്റിന് ശേഷം വന്നതാണ്. ഡീൽ വിത്ത് ഹർട്ട് ആൻഡ് ഗ്രീവിയസ് ഹർട്ട്. അതാണ് 320 ഡീൽസ് വിത്ത് ഗ്രീവിയസ് ഹർട്ട്. സെക്ഷൻ 319 ഡീൽസ് വിത്ത് ഹർട്ട്, 320 ഗ്രീവിയസ് ഹർട്ട്. ഇനി അതിന്റെ സെക്ഷൻ ഒന്നും ഇപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യണ്ട. പക്ഷെ എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കുക. ഹർട്ട് എന്ന് പറയുന്നത് ടു കോസ് പെയിൻ ടു ഓർ ടു ഡാമേജ് ഓർ ബോഡിലി ഇഞ്ചുറി. ശാരീരികമായിട്ട് ഒരുത്തനെ നമ്മളൊരു അടി കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഹർട്ടാവും. ബോഡിലി ഇഞ്ചുറി കൊടുത്താൽ മതി. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ പെയിൻ. രണ്ടും വരാം. ഫിസിക്കൽ ആൻഡ് മെന്റൽ പെയിൻ ഇതെല്ലാം ഹാർട്ടിന്റെ പരിധിക്കുള്ളിൽ വരും.
അവിടെ ഹർട്ടിനെ നമ്മൾ ഒന്ന് സിമ്പിൾ ഹർട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 319, 321 ആൻഡ് 323 ഡീൽ വിത്ത് സിമ്പിൾ ഹർട്ട്. ഇറ്റ് മീൻസ് കോസിംഗ് ഓഫ് ബോഡിലി പെയിൻ, ഡിസീസ്, infirmity to one human being by another human being. Infirmity means inability of an organ to perform its normal function. ഒരു ഓർഗന് നോർമൽ ഫങ്ഷൻ ചെയ്യാനൊക്കാതെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുത്തൻ്റെ ചെവിക്കുറ്റി നോക്കി ഒരു അടി കൊടുത്ത് അവൻ്റെ ഒരു കണ്ണിന് അവൻ്റെ കാഴ്ച പെട്ടെന്ന് മങ്ങിയെ കഴിഞ്ഞാൽ അവൻ്റെ ആ ഇൻഫോമിറ്റിയാണ് അവിടെ, അവൻ്റെ ഇൻഫോമിറ്റി സസ്റ്റെയിൻ ചെയ്യാണ് ആ സമയത്ത്. അപ്പൊ അങ്ങനെ വരുമ്പം ഇതെല്ലാം ഹർട്ടിനകത്താണ് വരുന്നത്. ഇൻഫർമിറ്റി അത് ടെമ്പററി ആകാം, പെർമനന്റ് ആകാം, ഏത് രീതിയിലും ഇൻഫർമിറ്റി വരാം. അപ്പൊ അവിടെ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് ബിറ്റ്വീൻ ദി അക്യൂസ്ഡ് ആൻഡ് ദി വിക്ടിം ഈസ് നോട്ട് നെസസറി ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഹർട്ട്. ഫിസിക്കൽ അസാൾട്ടിന്റെ കാര്യം പറഞ്ഞാൽ മതി, ഫിസിക്കൽ കോണ്ടാക്ട് വേണമെന്നില്ല. ഒരുത്തന്റെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ടുള്ള ഹർട്ട് വേണമെന്നില്ല. ബോഡി ടച്ച് ചെയ്യാതെ അവനെ ഹർട്ട് ഏൽപ്പിച്ചാലും അതാ മെന്റൽ ഹർട്ട് വരുന്നത്. അതെല്ലാം ഹർട്ടിനകത്ത് വരും. മനസ്സിലല്ലേ? സെക്ഷൻ 319 പറയുന്ന whoever causes bodily pain, disease or infirmity to any person is set to cause hurt എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ പ്രധാനമായിട്ട് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഒന്ന് ബോഡിലി പെയിൻ ഉണ്ടാവണം, ഒന്ന് ഒരു ഡിസീസ് എന്ന് പറഞ്ഞാൽ അസുഖം എന്നുള്ളതല്ല, ഡിസീസ് ഒരു അസ്വസ്ഥത അയാൾക്ക് ഉണ്ടാവണം, ഇയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് മറ്റേ ആൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാവണം, ഡിസീസ്. ഇൻഫർമിറ്റി ടു അനദർ, അത് വോളണ്ടറി കോസിങ് ഹർട്ടാണ്. അറിഞ്ഞുകൊണ്ട്, അത് വെറും സിമ്പിൾ ഹർട്ടാണ്. വോളണ്ടറി കോസിങ് ഹർട്ട് എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ഒരുത്തിനെ ഹർട്ട് ഏൽപ്പിക്കുക. സെക്ഷൻ 321, whoever does any act with the intention of thereby causing hurt to any person or with the knowledge that he is likely thereby to cause hurt to any person and does thereby cause hurt to any person is a voluntary cause hurt. Punishment for grievous hurt പറയുന്നത് സെക്ഷൻ 325 to 328 ആണ്. പണിഷ്മെന്റ് ഫോർ ഗ്രീവിയസ് ഹർട്ട്. ഇനി ഗ്രീവിയസ് ഹർട്ടിൽ പറയുന്ന പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ whoever except in the case provided for by section 335 voluntarily causes grievous hurt shall be punished with imprisonment of either description for a term which may extend to 7 years and shall also be liable to fine. 325 പറയുന്നത്. പക്ഷെ 326ലേക്ക് വരിക, വോളണ്ടറി കോസിംഗ് ഗ്രീവിയസ് ഹർട്ട് ബൈ ഡേഞ്ചറസ് വെപ്പൺസ് ഓർ മീൻസ്, മാരകായുധങ്ങളുമായിട്ട് അല്ലെങ്കിൽ ആ മാർഗങ്ങളിൽ കൂടി ഗ്രീവിയസ് ഹർട്ട് ഏൽപ്പിക്കുക. Whoever except in the case provided for by this section voluntarily causes grievous hurt by means of any instrument for shooting, pistol, stabbing, kati, or cutting, or any instrument which used as a weapon of offense is likely to cause death, or by means of fire, or by heated substance, or by means of any poison or any corrosive substance, or by means of any explosive substance, or by means of any substance which it is deleterious to the human body to inhale, to swallow, or to receive into the blood, or by means of any animal, shall be punished with imprisonment for life or with imprisonment of either description for a term which may extend to 10 years and shall also be liable to fine. It's a very important section. ഈ പ്രൊബേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ വേണ്ടുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 326. 326 പ്രൊബേഷൻ കൊടുക്കാമോ? കാരണം ഈ 326ന്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ലൈഫ് ഇംപ്രിസൺമെന്റ് വരെയുള്ള പണിഷ്മെന്റ് ആണ് നമുക്ക് കൊടുക്കാവുന്നത്. ഇനി എപ്പോഴാണ് ഈ ഹർട്ട് ഗ്രീവിയസ് ഹർട്ട് ആവുന്നത്? മനസ്സിലായില്ലേ? ഒരു 8 സിറ്റുവേഷൻസ് പറയുന്നത്. 8 സിറ്റുവേഷൻസിനുള്ളിലാണ് നമ്മൾ ഈ ഹർട്ട് ഗ്രീവിയസ് ഹർട്ട് ആവുന്നത്. ഹർട്ട് നമ്മൾ കണ്ടു, ഒരാളെ മെന്റലിയോ അല്ലെങ്കിൽ ഫിസിക്കലി അയാളെ നമ്മൾ പിന്നെ ഹർട്ട് ഏൽപ്പിക്കുകയാണ്. ഇത് ഈ 8 സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ ഒന്ന് എമാസ്കുലേഷൻ എന്ന് പറയും, ഓർ ഡിപ്രൈവിങ് എ പേഴ്സൺ ഓഫ് ഹിസ് മാസ്കുലൈൻ വിഗർ. അവന്റെ മാസ്കുലൈൻ വിഗർ, അവന്റെ പൊട്ടൻസി, സെക്ഷൽ പൊട്ടൻസി എന്ന് തന്നെ കൂട്ടിക്കൊള്ളുക. അത് ഇല്ലാതാകത്തക്ക രീതിയിലുള്ള ഒരു ഇഞ്ചുറിയാണ് ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരൊറ്റ ചവിട്ടുന്ന ഒരുത്തിനെ മടിപ്പാട് നോക്കി ഒരൊറ്റ ചവിട്ടുന്നു. ആ ഒരു ചവിട്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവന്റെ ആ സെക്ഷൽ പൊട്ടൻസി നശിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ചവിട്ടാണെങ്കിൽ ചിലപ്പോൾ ഹർട്ടിനകത്ത് പോകുന്നതേ ഉള്ളൂ. പക്ഷെ ആ ചവിട്ട് എവിടെ കൊണ്ടു, എങ്ങനെ കൊണ്ടു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന്റെ ആ ഒഫൻസിന്റെ ഗ്രാവിറ്റി. അപ്പൊ അത് ഗ്രീവിയസ് ആകാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇമാസ്കുലേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഗ്രീവിയസ് ആകാം. പെർമനന്റ് പ്രൈവേഷൻ ഓഫ് ദി സൈറ്റ് ഓഫ് ഐദർ ഐ, ഒരു കണ്ണിന്റെ കാഴ്ച പെർമനന്റ് ആയിട്ട് പ്രൈവേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നശിപ്പിക്കുക.
അപ്പൊ ഒരുത്തന്നെ ചെവിക്കുറ്റി നോക്കി അടിച്ചു, ഒരു വലത് കണ്ണിന്റെ ഭാഗത്താണ് അടി കൊണ്ടത്, കണ്ണ് പറഞ്ഞു പോയി എന്നുണ്ടെങ്കിൽ അത് ഗ്രീവിയസ് ഹർട്ടാവും. പെർമനന്റ് പ്രൈവേഷൻ ഓഫ് ദി ഹിയറിംഗ് ഓഫ് ഐദർ ഇയർ. അതുപോലെ തന്നെ ചെവിക്കുറ്റിക്ക് അടിക്കുന്ന അടി, നമ്മൾ വെറുതെ അടിക്കുന്ന ചെവിക്കുറ്റിയൊക്കെ ഒരുത്തന്നെ അടിച്ചു കഴിഞ്ഞാലും അത് ഹർട്ടാണ്. പക്ഷെ ആ അടിയുടെ ആഘാതത്തിൽ അവന്റെ കേൾവി, ഏതെങ്കിലും ഒരു കാതിന്റെ കേൾവി നിരന്തരമായിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ഗ്രീവിയസ് ഹർട്ടാവും. പ്രൈവേഷൻ ഓഫ് എനി മെമ്പർ ഓർ ജോയിന്റ്, അവന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങൾ അത് അടിച്ച് ഒടിക്കുക, പ്രൈവറ്റ് ചെയ്യുക. പ്രൈവേഷൻ ഓഫ് ദി മെമ്പർ ജോയിന്റ്. ഡിസ്ട്രക്ഷൻ ഓർ പെർമനന്റ് ഇമ്പയറിംഗ് ഓഫ് ദ പവേഴ്സ് ഓഫ് എനി മെമ്പർ ഓർ ജോയിന്റ്. പെർമനന്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ദി ഹെഡ് ഓർ ഫേസ്. നമ്മൾ അടിച്ച് ഷേപ്പ് മാറ്റുക എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെ. പെർമനന്റ് ഡിസ്ഫിഗറേഷൻ, ഫിഗർ മാറ്റുക, ഷേപ്പ് മാറ്റുക. പെർമനന്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ദി ഹെഡ് ഓർ ഫേസ്, തലയോ വലിയ പാരയൊക്കെ വെച്ച് ചിലപ്പോൾ തല അടിച്ച് പൊളിക്കുക. അങ്ങനെ വരുമ്പോൾ ആളിന്റെ ഷേപ്പേ മാറിപ്പോവും, ഫേസ് മാറിപ്പോവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രീവിയസ് ഹർട്ടാണ്. ഫ്രാക്ചർ ഓർ ഡിസ്ലൊക്കേഷൻ ഓഫ് എ ബോൺ ഓർ ടൂത്ത്. ഒരുത്തിന്റെ എല്ല് അടിച്ചൊടിക്കുകയോ പല്ല് അടിച്ചു പൊഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഗ്രീവിയസ് ഹർട്ടാവും. അപ്പോ എനി ഹർട്ട് വിച്ച് എൻഡേഞ്ചേഴ്സ് ദ ലൈഫ് ഓർ മേക്സ് ദ വിക്ടിം സഫർ ഫ്രം സിവിയർ പെയിൻ ഓർ അൺഎബിൾ ടു ഫോളോ ഹിസ് ഓർഡിനറി പെർസ്യൂട്ട് ഫോർ എ പീരീഡ് ഓഫ് 20 days ഓർ മോർ. 20 ദിവസമോ അതിൽ കൂടുതലോ സാധാരണ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനൊക്കാത്ത രീതി ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഇഞ്ചുറിയാണ് അയാൾ സസ്റ്റെയിൻ ചെയ്യേണ്ടി വരുന്ന പക്ഷം അത് ഗ്രീവിയസ് ഹർട്ടാണ്. ഇതെല്ലാമാണ് ഗ്രീവിയസ് ഹർട്ട് എന്ന് പറയുന്ന അതിനകത്ത് വരുന്നത്. ഇവിടെ ഇതിനകത്ത് നമ്മൾ പറയുന്നത് 26 വരുന്നത്. പിന്നെ വോളണ്ടറി കോസിംഗ് ഹർട്ട് ടു എക്സ്റ്റോർട്ട് പ്രോപ്പർട്ടി ഓർ ടു കൺസ്ട്രെയിൻ ടു ആൻ ഇല്ലീഗൽ ആക്ട് 327. മനസ്സിലായി, 327 ആണ്. കോസിംഗ് ഹർട്ട് ബൈ മീൻസ് ഓഫ് പോയിസൺ എക്സെട്ര വിത്ത് ഇന്റന്റ് ടു കമ്മിറ്റ് ആൻ ഒഫൻസ്, സെക്ഷൻ 328. അത് വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 10 years and shall also be liable to fine. Thereby cause shall be punished with imprisonment of either description for a term which may extend to 10 years ആണ് പറഞ്ഞിരിക്കുന്നത്. ഏതിനാണ്? 328. ഇനി പണിഷ്മെന്റ്, ദീസ് ആർ ദി ഇമ്പോർട്ടന്റ് ഏരിയാസ് വിച്ച് ആർ കമ്മിങ് അണ്ടർ ദാറ്റ്. ഇനി നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ wrongful restraint and wrongful confinement. അത് നിങ്ങൾ പ്രത്യേകിച്ച് ടോപ്പിക്കിനകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം കൂടാണ്, wrongful restraint and wrongful confinement. 339 to 348 ആണ് wrongful restraint and wrongful confinement പറയുന്നത്. 339 പറയുന്നത് ഈ wrongful restraint എന്ന് പറയുന്നത് സിമ്പിൾ ഒഫൻസ് ആണ് എങ്കിലും മീൻസ് ഇൻഫ്ലിക്ഷൻ ഓഫ് എ ബോഡിലി റെസ്ട്രെയിൻഡ് അപ്പോൺ ദ ഫ്രീഡം ഓഫ് എ പേഴ്സൺ. ഒരാളുടെ സ്വാതന്ത്ര്യത്തിനെ ബാധിക്കുന്ന ഒരു ഒഫൻസ് ആണ് ഈ wrongful restraint ഉം wrongful confinement ഉം. If the restraint is partial, it is called wrongful restraint. പാർഷ്യൽ ആയിട്ടാണ് ഒരാളെ തടഞ്ഞു വെക്കുന്നതെങ്കിൽ അത് wrongful restraint ആണ്. അത് പെർമനന്റ് ആണെങ്കിൽ അത് wrongful confinement ആവും. അതാണ് ഇതങ്ങളുടെ വ്യത്യാസം. 339 defines wrongful restraint as voluntarily obstructing a person so as to prevent that person proceeding in any direction in which he has right to proceed. അത്രേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് ഒരു വഴിയെ നടന്നു പോകാം, എനിക്കൊരു വഴിയെ നടന്നു പോകാനുള്ള അവകാശം ഉണ്ടായിരിക്കവേ ആ വഴി തടയുന്നു. ആ വഴിയിൽ കൂടെ ഞാൻ പൊയ്ക്കൂടാ എന്ന് പറഞ്ഞിട്ട് they are creating some obstructions on that particular road so that I cannot move forward. എനിക്ക് മുന്നോട്ട് പോകാൻ ഒക്കുന്നില്ല. അത് എന്നെ റെസ്ട്രെയിൻ ചെയ്യുകയാണ്. എന്നാൽ wrongful confinement വരുമ്പോൾ സംഗതി സ്വല്പം കൂടെ മാറ്റം വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മീ ഫാൾസ് ഇംപ്രിസൺമെന്റ് ആണ് ഏതാ wrongful confinement വരുന്നത്. Whoever wrongly restrains any person in such a manner so as to prevent such a person from proceeding beyond certain circumscribing limits is said to wrongfully confine him. അതാണ് wrongful confinement. ഒരു സർക്കംസ്ക്രൈബിംഗ് ലിമിറ്റ്, സർക്കംസ്ക്രൈബിംഗ് എന്ന് വെച്ചാൽ ഒരു വാൾഡ് സ്പേസിനകത്ത് ഒരു പ്രത്യേക ചുറ്റുമതിലിനുള്ളിൽ എന്നെ പൂട്ടിയിടുക, അല്ലെങ്കിൽ എനിക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ ഒക്കുന്നില്ലാത്ത രീതിയിൽ എന്നെ അതിനകത്തിടുകയാണെന്നുണ്ടെങ്കിൽ അത് wrongful confinement ആണ്. അതേപോലെ മനസ്സിലാക്കുന്നത് wrongful restraint ആണെങ്കിൽ എൻ്റെ ഒരു വഴി മാത്രമേ തടയുന്നുള്ളൂ, എനിക്ക് വേറൊരു വഴി കൂടെ വേണമെങ്കിൽ പോകാം, എനിക്ക് വേറൊരു വഴി കൂടെ ഇറങ്ങി പോകാം, ഞാൻ സാധാരണ നടക്കുന്ന വഴി മാത്രമേ തടയുന്നുള്ളൂ, അവിടെ എനിക്ക് മുന്നോട്ട് പോകാനൊക്കുന്ന രീതിയിൽ തടയുന്നു എന്നുള്ളതേ ഉള്ളൂ, റെസ്ട്രെയിൻ ചെയ്യുന്നതേ ഉള്ളൂ. മറ്റേത് റെസ്ട്രെയിൻ ചെയ്യല്ല, കൺഫൈൻ ചെയ്യാണ്, പൂട്ടിയിടുകയാണ്.
പൂട്ടിയിടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സർക്കംസ്ക്രൈബ്ഡ് ലിമിറ്റിനുള്ളിൽ എന്നെ എനിക്ക് സോ ദാറ്റ് ഐ കനോട്ട് മൂവ് ബിയോണ്ട് ദാറ്റ് സർക്കംസ്ക്രൈബ്ഡ് ലിമിറ്റ്. എനിക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റുന്ന Hello, sir. Hello. Hello. Sir, hello. Can you hear me? Hello, sir. Yes, sir. You're right. Yes. ഏതോ കോൾ വരുമ്പോൾ കട്ടായി പോകുന്നതാണ് കേട്ടോ. Okay, sir. Okay, thank you. കോൾ വരുമ്പോൾ ഇതങ്ങ് പോകുന്നതാണ്, അതാണ് സംഭവം. Okay, sir. അതുകൊണ്ടാണ്. Okay, sir. ഇതാണ് റോങ്ഫുൾ കൺഫൈൻമെന്റും റോങ്ഫുൾ റെസ്ട്രെയിൻമെന്റ്. സെക്ഷൻ 339 റോങ്ഫുൾ റെസ്ട്രെയിൻറ്റ് പറയുന്നു, 340 റോങ്ഫുൾ കൺഫൈൻമെന്റ് പറയുന്നു. അടുത്തത് ക്രിമിനൽ ഫോഴ്സ് ആൻഡ് അസോൾട്ട് ആണ്. ഇനി ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഏരിയയിലും കൊണ്ടുള്ള അസോൾട്ട്, ഇതൊക്കെയാണ് ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ബോഡി. സമയം ഏകദേശം തീരാറായിരിക്കുകയാണ്. പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്, കിഡ്നാപ്പിംഗ്, അബ്ഡക്ഷൻ, സ്ലേവറി ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. മനസ്സിലല്ലേ? അത് 359 to 374 പറയുന്നത്. കിഡ്നാപ്പിംഗ്, അബ്ഡക്ഷൻ, സ്ലേവറി ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു ഒഫൻസ് ആണ്. കിഡ്നാപ്പിംഗ് എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിയിലുള്ള കിഡ്നാപ്പിംഗ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഒന്ന്, കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ, ഇന്ത്യയിൽ നിന്ന് ഒരാളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോവുക, സെക്ഷൻ 360 ആണ് വരുന്നത്. ഒന്ന് കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ്, സെക്ഷൻ 361. അത് 360 പറയുന്ന കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ ആണ്. ക്യാരിയിങ് എനി അവേ എ പേഴ്സൺ or conveying a person beyond the territorial limits of India. ഇന്ത്യയിലെ ടെറിട്ടോറിയൽ ലിമിറ്റ്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക വിത്തൗട്ട് ഹിസ് കൺസെന്റ്, അതാണ് കിഡ്നാപ്പിംഗ് ഫ്രം ഇന്ത്യ. ഇറ്റ് ഈസ് എൻ ഒഫൻസ് അണ്ടർ സെക്ഷൻ 360. ഇനി കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻഷിപ്പ് എന്ന് പറയുന്നത് 361. അത് ഒരു മൈനറിനെയോ അല്ലെങ്കിൽ ഒരു ഇൻസൈൻ പേഴ്സണെയോ അവരുടെ കൺസെന്റിന്റെ ഗാർഡിയന്റെ കൺസെന്റ് ഇല്ലാതെ കൊണ്ടുപോകുന്നതാണ് കിഡ്നാപ്പിംഗ് ഫ്രം ലോഫുൾ ഗാർഡിയൻ. Enticing or taking away of a minor male below 16 years or female below 18 years or a person of unsound mind. Taking away or enticing must be from the lawful guardianship without the consent of the lawful guardian. Abduction എന്ന് പറയുന്നത് ഫോഴ്സ്ഫുൾ ആയിട്ട് 362 ആണ് പറയുന്നത്. Abduction, whoever by force compels or by any deceitful means induces any person to go from any place is said to abduct that person. There must be a forcible compulsion or inducement by deceitful means. ചതി പ്രയോഗത്തിൽ കൂടി ഒരാളെ deceitful means കൂടി കമ്പൽ ചെയ്യുകയാണ്. Object of such compulsion or inducement must be the going of the abducted person from any place. സ്വാഭാവികമായിട്ടും നമ്മൾ സ്ത്രീകളെയൊക്കെ ഇപ്പം ഒരു കേസുണ്ട്, വരദരാജന്റെ കേസുണ്ട്, മുടുക്കി പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് പോവുക. അപ്പോൾ അബ്ഡക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫോഴ്സ്ഫുൾ ആയിട്ട് കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഒരു വ്യക്തിയെ. അങ്ങനെ ചെയ്തതിനെ നമ്മൾ അബ്ഡക്ഷൻ ലോയുടെ പരിധിക്കുള്ളിൽ വരും. അതാണ് കിഡ്നാപ്പിംഗ് ആൻഡ് അബ്ഡക്ഷനകത്ത് പ്രധാനമായിട്ട് പറയുന്ന കാര്യങ്ങൾ. പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സെക്ഷൽ ഒഫൻസിനകത്ത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കുന്ന ഇപ്പോഴത്തെ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ് റേപ്പ് ലോ. അത് സെക്ഷൻ 375, 376, 376A to 376E ഇതെല്ലാം റേപ്പ് ലായ്ക്കകത്ത് വരും. റേപ്പ് ലായ്ക്കകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഭയങ്കര വ്യത്യാസം വന്ന ഒരു സംഗതിയാണ് റേപ്പ് ലോ. പണ്ടുണ്ടായിരുന്ന നിയമത്തിൽ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അതായത് എ മാൻ ഈസ് സെറ്റ് ടു കമ്മിറ്റ് റേപ്പ്
who, except in the cases hereinafter accepted, has sexual intercourse with a woman under circumstances falling under any of the 6 following descriptions, against her will, without her consent. ഇങ്ങനെ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഈ രീതിയിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവളുടെ വില്ലോ കൺസെന്റോ, thirdly with her consent when her consent has been obtained by putting her or any person in whom she is interested in fear of death, അവൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി അവളെ ശാരീരികമായിട്ട് ഉപയോഗിക്കുക, അങ്ങനെയുള്ള 6 കേസുകൾ. Fourthly, with her consent when the man knows that he is not her husband and that her consent is given because she believes that he is another man to whom she is or believes herself to be lawfully married. Sixthly, with or without her consent when she is under 16 years of age. ഇത്രയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ പക്ഷെ ഒരുപാട് നിയമങ്ങൾ മാറി. നമ്മൾ നിർഭയ കേസിന് ശേഷം വന്ന അമെൻമെന്റ്, IPC-യിൽ വന്ന അമെൻമെന്റ് കാരണം സെക്ഷൻ 375 നമ്മൾ ഒരുപാട് മാറ്റിയിരിക്കുകയാണ്. സെക്ഷൻ 375 പറയുന്ന ഇപ്പോഴത്തെ മാൻ ഈസ് സെറ്റ് ടു കമ്മിറ്റ് റേപ്പ് ഇഫ് ഹി, ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ഇതായിട്ട് സങ്കീർണമായ കാര്യങ്ങളാണ്, penetrates his penis to any extent into the vagina, mouth, urethra or anus of a woman or makes her to do so with him or any other person, inserts to any extent any object or a part of the body not being the penis into the vagina, the urethra or anus of a woman or makes her to do so with him or any other person, manipulates any part of the body of a woman so as to cause penetration into the vagina, urethra, anus or any part of the body such a woman or makes her to do so with him or any other person, applies his mouth to the vagina, anus, urethra of a woman or makes her to do so with him or any other person under the circumstances falling under any of the following 7 descriptions, against her will, without her consent, etc. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയെ ഉപയോഗിക്കുന്നത്, കാരണം ഇതൊന്നും പഴയ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്ന വലിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു ജഡ്ജി ഹാസ് ടു റെസ്പെക്ട് ദ നോംസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞ മാതിരി നിയമം എന്ന് പറഞ്ഞ ലോ ആൻഡ് സോഷ്യൽ ചേഞ്ച്, ലോ ഈസ് ടു ബി ചേഞ്ച് അക്കോർഡിംഗ് ടു ദ സൊസൈറ്റി ചേഞ്ചസ്. സൊസൈറ്റി മാറുന്നതനുസരിച്ച് ലോ ചേഞ്ച് ചെയ്യണം. എന്തുകൊണ്ടാണ് പ്രൊബേഷൻ ഓഫ് ഒഫൻഡേഴ്സ് ആക്ട് വന്നത്? സൊസൈറ്റി മാറുന്നതനുസരിച്ച്, നേച്ചർ ഓഫ് ക്രൈംസ് മാറുന്നതനുസരിച്ച് നേച്ചർ ഓഫ് പണിഷ്മെന്റ് മാറണം. നമ്മൾ ബാർബേറിയസ് പണിഷ്മെന്റ്സ് കൊടുത്തുകൊണ്ട് ആൾക്കാരെ കാണുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. സോ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു റേപ്പ് ലൈക്കത്തൊക്കെ വന്നിരിക്കുന്ന മാറ്റം ആ നിയമമേ മാറ്റി എഴുതിയിരിക്കുകയാണ്. മറ്റേത് വെറും സെക്ഷൽ ഇന്റർകോഴ്സ് മാത്രം, അത് വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദി വുമൺ മാത്രമായിരുന്നു റേപ്പായിട്ട് പറഞ്ഞത്. അത് മാത്രമല്ല, പിന്നെ എന്താണ് യൂഷ്വൽ പെനിട്രേഷൻ ഓഫ് ദ പെനിസ് ഓഫ് ദ ഹ്യൂമൻ ബോഡി, അത് ഹ്യൂമൻ ദ മാൻ, അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അതെല്ലാം മാറിയിട്ട് മറ്റ് പല രീതിയിലുള്ള വേർഷൻസും ഇതിന് വന്നിരിക്കുന്നു. കാരണം ഇതെല്ലാം ഇന്ന് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഇവിടെ ഡൽഹിയിലും ഇവിടെ എല്ലാം നോക്കിയാൽ ഇങ്ങനെയുള്ള ഒഫൻസുകളാണ് കൂടുന്നത്. അപ്പൊ ഒഫൻസിന്റെ സ്വഭാവം മാറുന്നു. പണ്ടുണ്ടായിരുന്ന റേപ്പ് അല്ല, നമ്മുടെ കോൺസെപ്റ്റുള്ള റേപ്പ് അല്ല ഇന്ന് റേപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പെനിട്രേഷൻ എന്നുള്ളതിനൊക്കെ പല മീനിങ്ങുകൾ കൊടുത്തു, പല അർത്ഥങ്ങൾ കൊടുത്തു, പല അർത്ഥവ്യാപ്തി കൊടുത്തു. അപ്പൊ നിയമം മാറ്റി എഴുതി. ആ നിയമങ്ങൾ അങ്ങനെ മാറ്റി എഴുതേണ്ടുന്ന ആവശ്യം നമ്മുടെ ദിസ് ഇസ് ദ നീഡ് ഓഫ് ദി അവർ, ഹെൻസ് ദ ചേഞ്ച്. അതുകൊണ്ടാണ് ഈ ചേഞ്ചുകൾ വന്നിരിക്കുന്നത്. പോട്ടെ, ഞാൻ അധികം അതിലേക്ക് കയറുന്നില്ല. ഏകദേശം ഈ വിത്തിൻ ദി ഷോർട്ട് ടൈം ഒരുമാതിരി ഇതിനെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എനിക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് മൊത്തം കാര്യങ്ങൾ പറയാൻ പറ്റാത്തതിനകത്ത് ഖേദിക്കുന്നു. കാരണം ഞാൻ പറഞ്ഞത് വാസ്റ്റ് ടോപ്പിക്കാണ്. അതുകൊണ്ട് നമുക്കിവിടെ നിർത്താം. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള സമയം ഉണ്ട്. ഓക്കെ, that's all. Thank you very much. താങ്ക് യു സർ. ഡിസ്കഷൻ ടൈം ആണ്. ഡൗട്ട്സ് ഉള്ളവർ ദയവായി ചോദിക്കുക. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക. ഡിസ്കഷൻ ടൈമാണ്.
ആർക്കും ഡൗട്ട് ഇല്ലെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ സെഷന് പങ്കെടുത്ത ഏവർക്കും കൃതജ്ഞത രേഖപ്പെടുത്താനായി LGRF സ്റ്റേറ്റ് ചാപ്റ്റർ മെമ്പറും നമ്മുടെ കോഴ്സ് കോർഡിനേറ്ററും കൂടിയായ മിസ് ജോമോൾ ജെയെ ക്ഷണിക്കുന്നു. നമസ്കാരം. പ്രൊബേഷൻ സർവീസസ് സപ്പോർട്ട് ടീമിനായുള്ള കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ 12ാമത്തെ സെഷനാണ് ഇന്ന്. ഇന്നത്തെ സെഷനിൽ ഇന്ത്യൻ പീനൽ കോഡ് ഒഫൻസസ് അഗൈൻസ്റ്റ് ഹ്യൂമൻ ബോഡി, റോങ്ഫുൾ റിസ്ട്രെയിൻ ആൻഡ് റോങ്ഫുൾ കൺഫൈൻമെന്റ് എന്ന വിഷയത്തെ പറ്റി നമുക്ക് ക്ലാസ് എടുത്തത് ഗവൺമെന്റ് ലോ കോളേജ് ഈവനിംഗ് കോഴ്സ് കോർഡിനേറ്റർ ആയ പ്രൊഫസർ KC മോഹൻകുമാർ സാറാണ്. അദ്ദേഹത്തിന് ഈ കപ്പാസിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഹോൾ ടീമിന്റെ പേരിലുള്ള കൃതജ്ഞത ഞാൻ രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ ഈ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറെ പങ്കുവഹിക്കുന്ന നമ്മുടെ പ്രൊബേഷൻ ഓഫീസേഴ്സ്, എസ്പെഷ്യലി അബീൻ സർ, സുഭാഷ് കുമാർ സർ തുടങ്ങിയ പ്രൊബേഷൻ ഓഫീസേഴ്സിനും മറ്റ് പ്രൊബേഷൻ ഓഫീസേഴ്സും കൂടാതെ തന്നെ LGRF ഭാരവാഹികൾ, ഈ കോഴ്സ് കോർഡിനേറ്റർ, പിന്നെ നമ്മുടെ ടെക്നിക്കൽ സൈഡ് മുന്നോട്ട് നയിക്കുന്ന ആബ്ജ ശ്രീ രാജാബാസ്, ജെനി തങ്കം ജോയ് തുടങ്ങിയ എല്ലാവർക്കും, പിന്നെ ഈ കോഴ്സിലെ പാർട്ടിസിപ്പൻസിനും ഞാൻ എൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. താങ്ക് യു. താങ്ക് യു എവ്രി വൺ. നമ്മുടെ നെക്സ്റ്റ് സെഷൻ 26-നാണ്. അഷ്റഫ് സാർ എടുക്കുന്ന ക്ലാസ് ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്കീം ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഈ ടോപ്പിക്കിന്റെ മുകളിലാണ് ഡിസ്കഷൻ വരുന്നത്. 26-ന് മിസ്റ്റർ അഷ്റഫ് കാവിൽ സാർ ആണ് സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. താങ്ക് യു എവ്രി വൺ. താങ്ക് യു വെരി മച്ച്.